ഫ്ലെയിമിംഗ് മൈക്രോഫോണിൻ്റെ ഈ പ്രത്യേക സംഭാഷണത്തിൻ്റെ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. മുൻ എപ്പിസോഡിൽ ശ്രീ ചന്ദ്രദത്ത സാർ വർക്കലയിൽ നിന്നും ISROയിലേക്കുള്ള യാത്ര, മനസ്സ് ശരീരം ഏകോപനം, റോക്കറ്റ് പൂജ, പരാജയങ്ങളെ കൈകാര്യം ചെയ്ത രീതി, സോളിഡ് മോട്ടോറുകൾ, S-200 ബൂസ്റ്റർ, ശാസ്ത്ര നേതൃത്വം തുടങ്ങിയ വിഷയങ്ങൾ സംസാരിച്ചു. ഇന്ന് ഈ എപ്പിസോഡിൽ നാം സാറിൻ്റെ നല്ലതും മോശമായ അനുഭവങ്ങളിലേക്ക് കടക്കുകയാണ്. കൂടാതെ ISROയിലെ സൃഷ്ടിപരമായ ചിന്ത, യുവജനങ്ങൾക്ക് നൽകേണ്ട പ്രായോഗിക ഉപദേശം, കേരളം ശാസ്ത്രജ്ഞന്മാരെ വളർത്തുന്നതിൽ പങ്ക്, ഒടുവിൽ ഒരു ശാസ്ത്രജ്ഞനും മനുഷ്യനും എന്ന നിലയിൽ സാർ തൻ്റെ പാരമ്പര്യത്തെ എങ്ങനെ കാണുന്നു എന്നതും കാണാം. സാർ, വീണ്ടും സ്വാഗതം. ഇതുവരെ നമ്മുടെ പലവിധ എക്സ്പീരിയൻസ് സാറ് ഗുഡായിട്ടുള്ളതായാലും ബാഡായിട്ടുള്ളതായാലും വളരെ രസകരമായിട്ടുള്ളതുമായ അനുഭവങ്ങൾ ISROയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല അനുഭവങ്ങളിൽ നിന്നും തന്നെ തുടങ്ങാം. ഈ ഒരു ഓർമ്മ മാത്രം എൻ്റെ മുഴുവൻ കരിയറിനും മതിയാകും എന്ന് അങ്ങേക്ക് തോന്നിയ ഒരു മിഷനോ ഒരു നിമിഷമോ ഉണ്ടോ? ഒന്നല്ല, പല അനുഭവങ്ങളുണ്ട്. മിഷൻ സക്സസ്ഫുൾ ആയിട്ടുള്ള പല അനുഭവങ്ങളും നമുക്ക് മനസ്സിൽ തട്ടി നിൽക്കുന്ന അനുഭവം. അതെ, എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറാണ്ട് നിൽക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയാൻ 1 വിജയകരമായ വിക്ഷേപണം കഴിഞ്ഞിട്ടുള്ള അപ്ലാസ്. ഇന്ത്യ മുഴുക്ക് അപ്ലാസ്. ഈ ISRO എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ ആണെന്നൊരു ഫീലിംഗ് വന്നത് അപ്പോഴാണ്. ആക്ച്വലി പണ്ട് ഔട്ട്സ്റ്റാൻഡിങ് കാൻഡിഡേറ്റ്സ് ഒന്നും ISROയിൽ ജോയിൻ ചെയ്യാൻ വരില്ലായിരുന്നു. ചന്ദ്രയാൻ കഴിഞ്ഞതിന് ശേഷമാണ് യങ്സ്റ്റേഴ്സിനെല്ലാം ISRO ജോലിയാണ് ആദ്യം കിട്ടേണ്ടതെന്നുള്ള ഒരു ഫീലിംഗ് വന്നത്. അതാണ് പണ്ട് IIT-കാരൊന്നും ഇങ്ങോട്ട് വരില്ല, എല്ലാം വെളിയിലോട്ട് പോകുകയുള്ളായിരുന്നു. പിന്നെ അത് മാറി. അങ്ങനെയുള്ള ഒരു അനുഭവം കൂടി ഞാൻ പറയാം. മംഗളയാൻ്റെ ലോഞ്ചിങ് നടന്ന സമയം, അത് മംഗളയാൻ്റെത് രാധാകൃഷ്ണൻ സാർ ചെയർമാനായിരുന്ന സമയത്തുള്ള ലോഞ്ചിങ്ങാണ്. മംഗളയാൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രീഹരിക്കോട്ടയുടെ ഡയറക്ടർ എന്നുള്ളത് മാറി LPSC ഡയറക്ടറായിട്ട് വന്നു. വലിയമലയുള്ള LPSC ഡയറക്ടർ. അത് ശരിക്കും ആ മാറ്റം രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു നിർബന്ധമായിരുന്നു. ശരിക്കും ഇതെല്ലാം പറയുമ്പോഴും ISROയിലുള്ള എൻ്റെ എല്ലാ സർവീസ് സമയത്തെല്ലാം ഞാൻ എടുത്തിട്ടുള്ള ജോലികളെല്ലാം ആർക്കും വയ്യാത്ത ജോലികൾ എടുക്കുക എന്നുള്ളതാണ്. ആർക്കും വയ്യാണ്ട് ഏത് ജോലിയും ഞാൻ എടുക്കും. ദാറ്റ് ഈസ് എ ചലഞ്ച്. ഞാൻ ഈ കുട്ടികളുടെ അടുത്തൊക്കെ പോകുമ്പം, കോളേജിൽ പോകുമ്പോഴും ഞാൻ പറയും, എന്ത് കിട്ടിയാലും പിടിച്ചോളണം. മോർ വർക്ക്, യു ഗ്രാബ് യുവർ വർക്ക്. എന്നിട്ട് അത് ഫുൾ പൊട്ടൻസി കൊടുത്തിട്ട് അത് ചെയ്ത് അത് കാണിച്ചു കൊടുക്കുക. എൻജോയ് യുവർ ജോബ്. വർക്ക് ഈസ് വർഷിപ്പായിട്ട് കണക്കാക്കണം. അപ്പോൾ ഞാൻ എന്താ സാറിന് ലാസ്റ്റ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ അവരുടെ അടുത്തെല്ലാം പറയും, ഓൺലി വൺ തിങ് ഐ ക്യാൻ ഡു, ലെറ്റ് ദ വർക്ക് ബി എനിത്തിങ്, ഐ വിൽ ഡു ഇറ്റ് ബെറ്റർ ദാൻ എനിവൺ എൽസ്. ജോലി എന്തോ ആയിക്കൊള്ളട്ടെ, മറ്റാര് ചെയ്യുന്നേക്കാളും ഭംഗിയായിട്ട് നന്നായിട്ട് ഞാനത് ചെയ്ത് കാണിച്ചു തരാം എന്ന് നിങ്ങൾ പറയണം. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. VSSയിൽ ഇരുന്ന സമയത്ത് ആദ്യത്തെ 10-15 വർഷം ജോയിൻ ചെയ്ത സമയത്ത് അങ്ങ് എനർജിയുടെ വലിയ എനർജി ആയിട്ടിരുന്ന സമയത്ത് എനിക്ക് വർക്ക് പോരാ. കാലത്തെ സൈക്കിളെടുത്ത് പ്ലാന്റിനകത്തൊക്കെ എല്ലാം ഒന്ന് സൈക്കിളാണ് അന്നത്തെ ഏറ്റവും വലിയ ലക്ഷറി. ഇൻഡിപെൻഡൻ്റായിട്ടൊരു സൈക്കിൾ ഗ്രൂപ്പ് സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു മേടിച്ചതാണത്. അപ്പോൾ ആ സൈക്കിളിൽ പോയി കറങ്ങി വന്ന് കഴിയുമ്പോൾ 11:30 ആകുമ്പോൾ എൻ്റെ പണിയെല്ലാം കഴിയും. പിന്നെ എനിക്ക് പണിയില്ല, എത്ര നേരം വായിക്കും, എത്ര നേരം എല്ലാം കിട്ടും. അപ്പം ഞാൻ ഇങ്ങനെ ഗ്രൂപ്പ് സാറിൻ്റെ അടുത്ത് പോയി പറയും, ഗ്രൂപ്പ് സാർ 1-2 പേരുടെ അടുത്ത് പറഞ്ഞു ഇന്നാരെ പോയി ഒന്ന് കാണുമെന്ന് പറയും. പുള്ളിയുടെ കെയറാപ്പിൽ ഞാൻ പോയി. അങ്ങനെ ഈ പോയി കണ്ടിട്ട് ഞാൻ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ചോദിച്ച് മേടിച്ച ഒരേ ഒരു വ്യക്തി ജീവിതത്തിൽ ഞാനാണ്. അങ്ങനെ ഫയർ സർവീസ് എന്നൊരു ഡിവിഷൻ ഉണ്ടായിരുന്നു. 150 ആൾക്കാരും കുറേ ഫയർ ടെൻഡറും ഇതുമൊക്കെ ഉണ്ട്. അന്നും ഈ വലിയ മലത്തതും വട്ടിയൂർക്കാവിലെയും എല്ലാത്തിനും കൂടെ VSSയിലായിരുന്നു. ചെന്ന് ചോദിച്ച ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യം ചെന്നിട്ട് ഞാൻ പറഞ്ഞു, സാറ് യെസ്, ഓ പ്ലീസ് കം, കുറുപ്പ് ഹാസ് ടോൾഡ് മീ സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പയ്യൊക്കെ ഇരുന്ന്, അയാളൊരു ഈശ്വരദാസ് എന്ന് പറഞ്ഞൊരു തമിഴൻ വലിയൊരു ആളാണ്. അദ്ദേഹം ചോദിച്ചു, വാട്ട് ഹെൽപ്പ് ക്യാൻ ഐ ഡു ഫോർ യു? അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഐ ഡോണ്ട് ഹാവ് സഫിഷ്യൻറ്റ് വർക്ക്. അദ്ദേഹം അങ്ങ് പൊട്ടി ചിരിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് സീരിയസ് ആയി. That is the fact for many people, but nobody admit it here. ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ അന്ന് ഇഷ്ടംപോലെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവർക്കും ഫുൾ പണിയൊന്നുമില്ല. പിന്നെ അതങ്ങ് മാറി. അതൊക്കെ ആ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. 75, 80, 85 പീരീഡിലാണ് ഞാനീ പറയുന്നത്.
അപ്പോൾ ആ പുള്ളി ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ് ഓഫ് വർക്ക്? അപ്പോൾ ഞാൻ സിമ്പിളി പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, സാർ ഐ ക്യാൻ ഡു എനി വർക്ക് ബെറ്റർ ദാൻ എനി വൺ എൽസ്. പുള്ളി അത് ചിരിച്ചിട്ട് ഗ്രേറ്റ് എന്ന് പറഞ്ഞു. വാട്ട് അബൌട്ട് മാനേജ്മെൻറ്റ്? ഞാൻ പറഞ്ഞു, യു ഗീവ് മീ സാർ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അങ്ങനെ ഫയർ സർവീസ് ഡിവിഷൻ എന്ന് പറയുന്ന ഡിവിഷനിൽ നോക്കാൻ ആളില്ലാണ്ട് ആർക്കും വയ്യാണ്ടിരുന്ന അതിൻ്റെ ഹെഡായിട്ട് എന്നെ എൻ്റെ കാര്യമുണ്ട് ആരും നോക്കാത്തത്. 90% ആൾക്കാരും വെള്ളമടിയാണ് ഓഫീസിൽ ഇരുന്ന് ജോലി, ഫയർമാൻമാർ. ഓക്കെ, ക്യാൻ യു ബിലീവ്? എന്നിട്ട് ഉച്ചയ്ക്ക്, രാത്രിയല്ല, ഉച്ചയ്ക്ക് പോലും ലഞ്ചിൻ്റെ കൂടെ കുപ്പിയും കൊണ്ടുവച്ച് വെള്ളം അടിച്ചിട്ട് ആ കുപ്പി എടുത്ത് അപ്പുറത്തെ പറമ്പിലേക്ക് ഇട്ടും എന്നുള്ള ആൾക്കാർ കംപ്ലൈൻ്റാണ്. അത്ര മോശമായിട്ട് ഇരിക്കുന്ന ഒരു ഡിവിഷനെ നോക്കാൻ ആരുമില്ല, ഡിസിപ്ലിൻ ഇല്ലാണ്ട്. കാര്യം എന്താണ്? ദേ ഹാവ് ഐഡിലിംഗ് ടൈം. തീ വന്നാലല്ലേ ഫയർ ഫൈറ്റിങ്. അവരെ ആ സമയം ലെഷർ ടൈം ആക്റ്റീവ് ആക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. 6 വർഷം ആ ഫയർ സർവീസ് ഡിവിഷൻ ഞാൻ നോക്കി. ഐ എം എൻ എക്സ്പെർട്ട് ഇൻ ഫയർ സർവീസ്. So what changes you made there? I made study the people. ഓരോ മനുഷ്യനെയും കംപ്ലീറ്റ് ഞാൻ അവൻ്റെ ഫാമിലിയും ഡീറ്റെയിൽസും കാര്യങ്ങളും മുഴുക്കുക. അങ്ങനെയാണ് മാനേജ്മെൻറ്റ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. 15 പേരെ ഡീഅഡിക്റ്റ് ചെയ്തു. ഗ്രേറ്റ്. അഭയ അന്ന് സുഗതകുമാരി മാഡം, അഭയ എന്നൊരു ഇത് തുടങ്ങിയ സമയമായിരുന്നത്, എൻ്റെ നല്ല സമയം. എന്നിട്ട് അവരുടെ അടുത്ത് പോയി ഞാൻ കാര്യം പറഞ്ഞ് അവർ സമ്മതിച്ചു. പക്ഷേ അവർ പറഞ്ഞു, ഈ കൊണ്ടുവരുന്ന ആളിൻ്റെ കൂടെ അമ്മയോ ഭാര്യയോ വേണം. കല്യാണം കഴിച്ചില്ലെങ്കിൽ അമ്മ വേണം, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. 21 ദിവസം ഇവിടെ ഡബിൾ റൂം കൊടുക്കും, ടി വി ഉണ്ട്, ആഹാരം എല്ലാം ഇവിടെ കൊടുക്കും. ഇത്ര 10,000 രൂപ, അതിന് അന്നത്തെ ലെവലിൽ 10,000 രൂപ ഫീസാണ്. ഒരാളിനെ കാണാൻ അനുവദിക്കൂ, അത് സാറല്ലാണ്ട് വേറെ ആരെയും അനുവദിക്കില്ല, അവരെ ഫ്രണ്ട്സിനെ ആരെയും കാണാൻ അനുവദിക്കില്ല. ഇതെല്ലാം ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഡയറക്ടറുടെ അടുത്ത് പോയി, ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് പോയി കരഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ അവരെ ഇമ്പ്രൂവ് ചെയ്ത് തരാം സാറെന്ന് പറഞ്ഞപ്പോൾ സ്പെഷ്യലായിട്ട് വെൽഫെയർ മെഷേഴ്സിൻ്റെ കൂട്ടത്തിൽ ഈ അഡിക്ഷനുള്ള എമൗണ്ട് പുള്ളി ഫ്രീ ആയിട്ട് തന്നു. സോ മെനി പീപ്പിൾ. വളരെ എക്സാമ്പിൾ, പലരും ഇത് നോക്കേണ്ടതാണ്. അപ്പോൾ ആ ഡി അഡിക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിൽ 8 പേരും ദേ മേഡ് ഓൾ റൈറ്റ്. 2 പേര് തിരിച്ച് വീണ്ടും വെള്ളത്തിലായി പോയി. പിന്നെ അവർ രണ്ടാമത് വീണ്ടും അവരുടെ ചിലവിൽ പിന്നെ അവരുടെ ഭാര്യയും മക്കളും കൂടെ വന്നു കഴിഞ്ഞിട്ട് ഡി അഡിക്റ്റ് ചെയ്ത് അവരെ പിന്നെ ശരിയാക്കി. ആദ്യത്തെ അറ്റംപ്റ്റിൽ ശരിയാക്കപ്പെട്ടു. അപ്പോൾ അത് ആ ഒരു ജോലി. ഇപ്പോൾ അതുമാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം കോർട്ട് വെട്ടി തെളിച്ചിട്ട് എല്ലാ കളികളും അവർക്ക് ചെയ്യാനായിട്ടുള്ളത് ഞാൻ ചെയ്തു. ഡ്രില്ലിനും ബാഡ്മിൻ്റന്, വോളിബോള്, മറ്റത് ഇതെല്ലാത്തിനും സന്നാഹങ്ങൾ ചെയ്ത് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി കൺട്രോളറേയും ഡയറക്ടറെയും കൺവിൻസ് ചെയ്തിട്ട് ഞാൻ അവിടെ TV ഇൻസ്റ്റാൾ ചെയ്ത് കേബിൾ കണക്ഷൻ എടുത്ത് കൊടുത്തു. അവർക്ക് ന്യൂസ് കേൾക്കാനും ഇതെല്ലാം അറിയാനും വേണ്ടി ക്യാരംസ് ബോർഡ് മേടിച്ച് കൊടുത്തിട്ടു. ഇതെല്ലാം ഇങ്ങനെ എല്ലാ പരിപാടിയും ചെയ്തപ്പോൾ അവർ ത്രൂ ഔട്ട് എൻഗേജ്ഡായി. അതായത് ഒരു ഡിഫെക്റ്റ് ആയിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് വായിക്കാൻ മാഗസിൻസ്, കാര്യങ്ങൾ, കുഞ്ഞൊരു ലൈബ്രറി, ബുക്ക് ലെൻഡ് ചെയ്യാനായിട്ട് മെയിൻ ലൈബ്രറിയിൽ നിന്ന് ഇവിടെ കൊണ്ട് കൊടുക്കാനുള്ള സൗകര്യം, ഇതെല്ലാം ചെയ്ത് കൊടുത്തു. ആ സിസ്റ്റം കംപ്ലീറ്റ് റിവൈവലായി. ഈ വേണുവിനറിയാമല്ലോ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം, സ്മോക്ക് ഡിറ്റക്ടർ സിസ്റ്റം. ഞാൻ അന്നാണ് സ്മോക്ക് ഡിറ്റക്ടർ സിസ്റ്റത്തെക്കുറിച്ച് മെയിൻ ബിൽഡിങ്ങിലും കമ്പ്യൂട്ടറിലും അവിടെയുള്ള ഒരൊറ്റ സ്മോക്ക് ഡിറ്റക്ടർ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. അതതിൻ്റെ കൂടെ നടന്ന് ഡക്റ്റിനകത്ത് പോയി ഫാൾസ് റൂഫിങ് ഇളക്കി മാറ്റി ഈ അപ്പോളോയുടെ ഡിറ്റക്ടറാണ് അന്ന് അവിടെ ഇരിക്കുന്നത്. അത് അഗർബത്തി കത്തിച്ച് സ്മോക്ക് ഉണ്ടാക്കി കാണിപ്പിച്ച് കാൾ വരുന്നുണ്ടോ എന്ന് നോക്കി വരെ ചെക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. അത്ര പേഴ്സണലായിട്ട് പോയി. ഇറ്റ് മെയ്ഡ് ഫണ്ടാസ്റ്റിക് ആയിട്ട് ചെയ്തു. അതൊരു എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതേ കണ്ടീഷൻ തന്നെ ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻ മെയിൻ്റനൻസ് ഡിവിഷൻ എന്ന ഡിവിഷൻ്റെ അവിടെ 450 ഡ്രൈവർമാരും ഏകദേശം 375 വെഹിക്കിളും ഉണ്ട്, എല്ലാ ടൈപ്പ് വെഹിക്കിളുമായിട്ട്. ഇത്രയും വലിയ ഒരു ലാർജ് ഫ്ലീറ്റ് വേറെ പിന്നെ VSSC അനുബന്ധമായിട്ടുള്ള എല്ലാണ്ടില്ല. 5 വർഷം അതിൻ്റെ ഹെഡായിട്ട്. ഇത് ഞാൻ അഡീഷണൽ ചാർജായിട്ടാണ്. ഈ പ്രൊപ്പലൻ്റ് പ്ലാന്റിൽ പ്രൊപ്പലൻ്റ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നടക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇതെല്ലാം. അവിടെയും ഇതേപോലെ ഇതിലായിരിക്കും. അവരെ റൂമിൽ പോയിരുന്ന് സംസാരിക്കുന്ന ഒരേ ഒരു ഹെഡ് ഞാൻ മാത്രമേ ഉള്ളൂ. അത്ര ഫ്രണ്ട്ലി ആയി അവരുമായിട്ട് ആൾക്കാരെടുത്ത്. അതിൽ പല ഫാമിലിയിലെയും മക്കൾ അമേരിക്കയിലൊക്കെ പോയി വലിയ എഞ്ചിനീയറായിട്ടൊക്കെ ഈവൻ നൗ ദേ കാൾമി. ഈ വെള്ളമടിച്ച് അങ്ങ് നടന്ന പാർട്ടിക്കാരുടെ മക്കൾ നന്നായിട്ട്, അച്ഛൻ നന്നായി, മക്കളും നന്നായ കഥകളിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ് ആ മാനേജ്മെൻറ്റ് ലൈനിലുള്ള നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ശരിക്കും ആരും ബൈ ബർത്ത് ആരും മോശമല്ല. സാഹചര്യം കൊണ്ടും
ബാക്കിയുള്ള രീതികളും കൊണ്ട് ആൾക്കാർ മോശമായി പോകുന്നതാണ്. എല്ലാവരും നല്ല കാലിബറുള്ള വ്യക്തികളാണ്. ആ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഈ എല്ലാ ഓർഗനൈസേഷനിലും പോയി കഴിഞ്ഞിട്ടും എനിക്ക് ഒരു ജോലി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതുവരെ എൻ്റെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല ആരും. ബിക്കോസ് ഐ ഡീൽ ദം ലൈക്ക് ദാറ്റ്. അത് ടീം ലീഡിങ്ങിൻ്റെ ഒരു വല്ലാത്ത അനുഭവമാണ്. ആ ടീം ലീഡിങ്ങിൻ്റെ അനുഭവം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം. മംഗൾയാൻ ൻ്റെ സമയത്ത് എൻ്റെ റോള് ശരിക്കെന്ന് പറഞ്ഞാൽ അതിൽ ലാം എഞ്ചിൻ എന്ന് പറഞ്ഞൊരു ക്രിട്ടിക്കലുണ്ട്. ലാം എഞ്ചിൻ, ലിക്വിഡ് അപ്പോജി മോട്ടർ എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ലാം. അതായത് സാറ്റലൈറ്റിന് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോക്കറ്റാണ്. അതെ, അതിന് പ്രൊപ്പലൻറ്റും കാര്യങ്ങളുണ്ടാകും. നമ്മൾ ഈ സാറ്റലൈറ്റിൻ്റെ ലൈഫ് എത്രയാണെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഈ ഇന്ധനം എത്രയുണ്ട്, പ്രൊപ്പലൻ്റ് എത്ര ഉണ്ടെന്നനുസരിച്ചിട്ടാണ്. ഒരു ടൺ പ്രൊപ്പലൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കാലം അത് കിട്ടിക്കും, 10 വർഷം 15 വർഷം എന്നൊക്കെ പറയും. അപ്പോൾ ഈ സാറ്റലൈറ്റ് ഒരു ഓർബിറ്റിൽ കൃത്യമായിട്ട് എത്തിക്കേണ്ടത് ലോഞ്ച് വെഹിക്കിളിൻ്റെ ചുമതലയാണ്. അത് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റിലുള്ള റോക്കറ്റ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യണം. അതിനെ മാനുവറിങ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ അത് നമ്മൾ എത്രയും ഉപയോഗിച്ചാൽ അത്രയും പ്രൊപ്പലൻ്റ് സ്റ്റോക്ക് കുറയും, അത്രയും ലൈഫും കൂടും. ഓക്കെ. അപ്പോൾ ഈ മംഗൾയാൻ്റെ കാര്യത്തിൽ നമ്മളാണ് ആദ്യം ഫസ്റ്റ് അറ്റംപ്റ്റിൽ വിജയിച്ച ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. കറക്റ്റ്. അത് അന്ന് മോഡി സാബ് പ്രധാനമന്ത്രി, മോഡി സാബുമായിട്ട് ഐ ഹാവ് എൻ എക്സലൻ്റ് റിലേഷൻ. 2014 ചാർജ് എടുക്കുന്ന സമയത്ത് ശ്രീഹരിക്കോട്ട വിസിറ്റ് ചെയ്തു പുള്ളി. ഈ ISRO എന്ന് പറഞ്ഞ സ്ഥാപനത്തെക്കുറിച്ച് ഭയങ്കര അപ്രീസിയേഷനാണ് അദ്ദേഹത്തിന്. ആസ് ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ നമ്മുടെ ISROയുടെ സ്ഥാപനങ്ങൾ പല സ്റ്റേറ്റിലും ഉണ്ടെങ്കിലും അതിൻ്റെ മാക്സിമം ഉപയോഗം എടുത്തിട്ടുള്ളത് ഗുജറാത്താണ്. ഓക്കെ. അവിടെ സാറ്റലൈറ്റ് ആപ്ലിക്കേഷൻ സെൻറ്റർ എന്നും പറഞ്ഞ് SAC എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അവിടെ പുള്ളി ഹാസ് ഡൺ വണ്ടർഫുൾ തിങ്. അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി അവിടെയുള്ള എഞ്ചിനീയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഒരു സക്സസ്ഫുൾ ലാഞ്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കംപ്ലീറ്റ് സ്റ്റാഫിന് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ലഞ്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുമാത്രമല്ല, ഈ നമ്മുടെ സാറ്റലൈറ്റ് വെച്ചിട്ട് കൃഷിക്കാർക്കും കാലാവസ്ഥാ പ്രവചനത്തിനുമൊക്കെ ചെയ്യുന്നതെല്ലാം ആദ്യം ഏറ്റവും കൂടുതൽ ചെയ്തത് ഗുജറാത്ത് സ്റ്റേറ്റിലാണ്. നമ്മുടെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് മുഴുവൻ ഉപയോഗിക്കുന്നത് ഗുജറാത്താണ്. അത്രയും കൂടി അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞപ്പോഴും ISRO ആയിട്ടൊരു വല്ലാത്ത അഫെക്ഷനുണ്ട്. അദ്ദേഹം ഫെയിലിയർ ആയപ്പോഴും അതുപോലെ പാമ്പർ ചെയ്യും പുള്ളി അതുപോലെ. അപ്പോൾ ഈ മംഗൾയാൻ്റെ വന്നു കഴിഞ്ഞതിന് മുമ്പാണ് അദ്ദേഹം ശ്രീഹരിക്കോട്ട വന്നത്. ശ്രീഹരിക്കോട്ട വന്നപ്പോൾ ഞാനന്ന് ശ്രീഹരിക്കോട്ടയിലെ ഡയറക്ടറായിട്ട് 5 വർഷം ഇരുന്നിട്ട് ടോട്ടൽ 10 വർഷം ഇവിടെ ഉണ്ടായിട്ട് ഞാനിവിടെ LPSC വലിയ വലിയ യൂണിറ്റിലിരിക്കുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് വരുമ്പോൾ അവിടെ ചെല്ലും. അപ്പോൾ അന്ന് രാധാകൃഷ്ണൻ സാറ് ചെയർമാനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ടാണ് പ്രൈം മിനിസ്റ്ററെ കൊണ്ടു നടന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഫെസിലിറ്റി കംപ്ലീറ്റ്. എന്നിട്ട് പറഞ്ഞു ഈ വാസ് ദ പ്രീവിയസ് ഡയറക്ടർ ഹിയർ. കാരണം എനിക്ക് ഹിന്ദിയിൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അത് ആ ഒരു പ്ലസ് പോയിൻ്റ് വെച്ചിട്ട് പുള്ളിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നന്നായിട്ട് കൊണ്ട് നടന്ന് എല്ലാം കാണിച്ചു കൊടുത്തിട്ടു പറഞ്ഞു. അപ്പം എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് ഹിന്ദിയിൽ ചോദിച്ചു, കിത്തന ലാഞ്ചിങ് കറിയാമെങ്കിൽ ഹം, ഒരു വർഷം നമുക്ക് എത്ര ലാഞ്ചിങ് ചെയ്യാൻ പറ്റും? അപ്പം ഞാൻ പറഞ്ഞു 3, 4, 3, 4, 5. അകലെ കൺട്രീസ് യുനോ ഹൗ മച്ച് ദേ ഡു ഇറ്റ്. മറ്റ് രാജ്യങ്ങളൊക്കെ എന്തുമാത്രം അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ അവർ 30, 40, 50 ഒക്കെയാണ് ലോഞ്ച് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഞാൻ പറഞ്ഞു മച്ച് ज़्यादा करता है 20, 30, 40 नंबर का लॉन्चिंग करता है. हमको भी ऐसा करना है, क्या चाहिए तुम लोगों को, എന്ത് വേണം? അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 2 ലോഞ്ച് പാഡേ ഇപ്പോൾ ഉള്ളു. ഒരു ലോഞ്ച് പാഡും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-15 ലോഞ്ചിങ് ഈസി ആയിട്ട്. പുള്ളി പറഞ്ഞു 10 ലോഞ്ചിങ് ഒരു വർഷം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ 3ാമത്തെ ലോഞ്ച് പാഡ്. അപ്പോൾ 2 ലോഞ്ച് പാഡും 3ാമത്തെ ലോഞ്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നിട്ട് 3rd ലോഞ്ച് പാഡ് ചാഹിയനാ. എന്നിട്ട് ഉടനെ ബാക്കിൽ നിന്ന അവിടെ കൊണ്ട് എഴുതാൻ ആളുണ്ട്. തിരിഞ്ഞിട്ട് പറഞ്ഞു നോട്ട് കർ തോന്നുന്നു, ഉടനെ നോട്ട് ചെയ്തോളാൻ പറഞ്ഞു. അത് ഈ 3 വർഷം മുമ്പ് അതിൻ്റെ അപ്രൂവലായി അന്നേ പ്രോസസ്സ് ചെയ്യുന്നതാണ്. ഇപ്പോൾ 3rd ലോഞ്ച് പാഡിൻ്റെ വർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ലോഞ്ച് പാഡും എത്രമാത്രം എക്സ്പെൻസീവാണ് സർ? ഒരു ലോഞ്ച് പാഡിന് ഇപ്പോൾ റേറ്റ് അങ്ങ് ഒരുപാട് കൂടി. അന്ന് നമ്മൾ നോക്കിയപ്പോൾ 800,000 crores ആയിരുന്നു അന്ന് ഉദ്ദേശിച്ചത്. ഇപ്പോൾ അത് 1,500, 1,600 crores ഒക്കെ വരും. ടോട്ടൽ ഫെസിലിറ്റി എല്ലാം കൂടെ വരും. അതെല്ലാം ടെക്നോളജിയും ചേഞ്ച് ചെയ്തു എല്ലാം ഒക്കെ വന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എമൗണ്ട് എൻ്റെ ഒരു അസംഷനിലാണ്. കറക്റ്റായിട്ടുള്ളത് ഇപ്പോഴത്തെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊന്നും എനിക്കത് നന്നായിട്ട് അറിയില്ല, അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്.
ആ മംഗളയാൻ സക്സസ്ഫുള്ളായിട്ട് പോയപ്പം ഉള്ള ആ ക്വസ്റ്റ്യൻ്റെയൊക്കെ ക്യാമറയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ചായിരുന്നു അതിൻ്റെ ഇസ്ട്രാക്കിൽ ലോഞ്ചിങ്ങും അതിൻ്റെ ട്രാക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് സക്സസ്ഫുൾ ലോഞ്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പം മോഡി സാഹിബിന് എന്നെ നന്നായിട്ട് അറിയാം. ബിക്കോസ് ഈ 2 മണിക്കൂർ പുള്ളി അവിടെ മൈ ഫേസ് ഈ നോസ്. അപ്പോൾ അദ്ദേഹം ഇത് കഴിഞ്ഞതിന് ശേഷം അപ്ലാസിന് ഇത് സക്സസ്ഫുള്ളായിട്ട് പോയപ്പോൾ ബാംഗ്ലൂരുള്ള അവിടെ എല്ലാവരും കൂടെ ഉള്ള മീഡിയ എല്ലാം കൂടെ സമയത്ത് അദ്ദേഹം ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് പുള്ളി സ്പീച്ച് ചെയ്തു. ഞാൻ തൊട്ട് മുമ്പാണ് നിൽക്കുന്നത്, ആ ബാരിക്കേഡ് കഴിഞ്ഞിട്ടുള്ള മുമ്പ് നിൽക്കുകയാണ്. മറ്റേ ഇതുണ്ട്, എന്താണ് നോക്കി വായിക്കുന്ന പ്രോംപ്റ്റർ അന്നാണ് ഞാൻ കാണുന്നത് എങ്ങനെയാണെന്നുള്ളത്. പ്രോംപ്റ്റർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഇൻവിസിബിൾ പ്രോംപ്റ്ററാണ്. പോഡിയത്തിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ആ 2 തറയിൽ ഒരു പാർട്ടി അതിൻ്റെ എല്ലാ സാധനമായിട്ട് വന്ന് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ആ പ്രോംപ്റ്റർ 2 സാധനം താഴെ വന്നിട്ട് അതിൻ്റെ ഇമേജ് നേരെ പുള്ളിയുടെ പോഡിയത്തിൻ്റെ സൈഡിൽ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള 2 സ്ക്രീനിൽ വരും, ഇടതും വലതും വരും. ആ ഇടതും വലതും ഇങ്ങനെ മാറി മാറി നോക്കും. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒന്നിലല്ല നോക്കുന്നത്, പുള്ളി ഇങ്ങനെ ഓഡിയൻസിനെ നോക്കുന്നതായിട്ട് നോക്കും. അങ്ങനെയാണ് പുള്ളി സംസാരിക്കുന്നത്. ഞാനിതങ്ങ് എൻജോയ് ചെയ്ത് കംപ്ലീറ്റ് അങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ ലുക്സ് ഓൺ മൈ ഫേസ്. നമ്മൾ ഏതെങ്കിലും കാര്യം സംസാരിക്കുമ്പം നമുക്ക് ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു മുഖം പോസിറ്റീവായിട്ട് കിട്ടിയാൽ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അതാണ് നമ്മൾ ഈ വെബിനാർ ഉണ്ടല്ലോ, വെബിനാറിൽ പോകുമ്പോൾ എനിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. കാരണം നമുക്കൊരു നമുക്കൊരു ഫേസ് കിട്ടുന്നില്ല എൻകറേജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചിലയിടത്ത് പറയാറുണ്ട്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2-3 ഓഡിയൻസിനെങ്കിലും ലിസൺ ചെയ്യുന്ന ഓഡിയൻസിനെ കിട്ടിയാൽ നന്നായിരിക്കും. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ സെക്യൂരിറ്റി ഇത്രയും മറ്റേ ഇസഡ് കാറ്റഗറിയൊക്കെ ഉണ്ടായിരുന്നിട്ട് പുള്ളി, പക്ഷേ അവിടെ വന്നപ്പോഴേ തന്നെ നേരത്തെ പുള്ളിയുടെ സെക്യൂരിറ്റി മെയിൻ പാർട്ടികളെല്ലാം പുള്ളി വെളിയിലാക്കിയിട്ട് പറഞ്ഞു, ഐ എം ഗോയിങ് ടു മൈ പീപ്പിൾ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഐ വിൽ ബി ടേക്കൺ കെയർ ഫുള്ളി ബൈ ഇസ്രോ എന്ന് പറഞ്ഞ് പുള്ളി ഇവിടുന്ന് നമ്മൾ കണ്ടു. പക്ഷേ എന്നാലും പേഴ്സണലായിട്ട് 4 പേര് ഉള്ള ബ്ലാക്ക് ക്യാറ്റ്സ് പോലെയുള്ള 4 എണ്ണം കൂടെ ഉണ്ടായിരുന്നു. അവരെ എല്ലാം കളഞ്ഞിട്ട് പുള്ളി ഈ ഓഡിയൻസായിട്ട് നിന്നവരെ ഇടയിലേക്ക് വന്നു. ഓക്കെ, ആ സന്തോഷത്തിൻ്റെ പുറത്ത് അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് ഈ നടന്ന് രാധാകൃഷ്ണൻ സാറിൻ്റെ കൂടെ വന്ന് അദ്ദേഹം പോഡിയത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ട് നേരെ എൻ്റെ അടുത്ത് വന്നിട്ടൊരു ഒറ്റ കെട്ടിപ്പിടിയാണ്. പൂണ്ടടങ്കലും കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ച് കുറേ നേരം. ഞാനാണെങ്കിൽ തോളിലോട്ട് തലയും വെച്ച് അങ്ങനെ ഇരിക്കുക. എനിക്കിപ്പോഴും ആ മെമ്മറി മറക്കാൻ പറ്റില്ല. നല്ല ഒരു പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് എനിക്ക് കിട്ടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഓവർകോട്ടിൻ്റെ ഇതായിട്ട് വെച്ചിട്ട് ഞാനങ്ങനെ ഇരിക്കുക. ഇതെല്ലാം ടി വിയിൽ കണ്ടിട്ടിരുന്ന എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് ഇവിടെ ചോദിക്കുകയാണ്, നിങ്ങൾ പ്രൈം മിനിസ്റ്ററിൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങിപ്പോയാൽ? എനിക്കറിയില്ല, ബിക്കോസ് ആ പീരീഡിൽ എന്ത് നടന്നു എന്ന് എനിക്കറിയില്ല. എല്ലാവരും ഭയങ്കര അത്ഭുതം ആയിട്ട് പോയി. എന്നിട്ട് അവസാനം രാധാകൃഷ്ണൻ സാറ് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, രാധാകൃഷ്ണൻ സാറുമായിട്ട് നല്ല ക്ലോസ് ആയിട്ട്, ഈ വാസ് ടെല്ലിങ് സംതിങ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും കേട്ടില്ല, ഞാൻ ഐ വാസ് ഇൻ എ ഡിഫറൻറ്റ് മൂഡ്. എനിക്ക് ബോധമില്ലാണ്ടായിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ കെട്ടിപ്പിടിച്ച് അങ്ങനെ നെഞ്ചി ചാർന്ന് കിടന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ എന്താ പറയുക, അദ്ദേഹം പറഞ്ഞത്, ഐ ലവ് യു സോ മച്ച്, യു ലുക്ക് ലൈക്ക് മൈ യങ്ങർ ബ്രദർ. ഗ്രേറ്റ്. ആ താടിയും ഇതെല്ലാണ്ട് പുള്ളി പറഞ്ഞു എൻ്റെ ബ്രദറിൻ്റെ പോലെ ഉണ്ട് എന്നും പറഞ്ഞ് പുള്ളി ചെയ്തതാണെന്ന്. അത് ജീവിതത്തിൽ നമുക്ക് ഈ ലോകം മുഴുക്ക കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു ഇതാണ്. പക്ഷേ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എ ഫോട്ടോ ഓഫ് ഇറ്റ്. കാരണം എന്താണെന്നറിയാം, ആ ഫോട്ടോ അവർ റിലീസ് ചെയ്യില്ല. കാരണം അതൊരു സെക്യൂരിറ്റി ലാബ്സാണ്. ഓക്കെ, ഭയങ്കര സെക്യൂരിറ്റി ലാബ്സാണ്. അങ്ങനെ ഒരു പ്രൈം മിനിസ്റ്റർ ക്രൗഡിൽ പോയി നടക്കാനേ പാടില്ല. അവരെല്ലാം അങ്ങ് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. അതും ഒരു അനുഭവം, നമുക്കൊരു വല്ലാത്ത അനുഭവം. അതുമാത്രമല്ല, അന്ന് ആ മംഗളയാൻ വിക്ഷേപണത്തിൻ്റെ വിജയം കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർ എത്ര കോടി ഇങ്ങനെ പോയെന്നോ, അതിന് 600 കോടി 700 കോടി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മോഡി സാഹിബ് ഒരു കണക്കുകൂട്ടൽ അടിച്ചിട്ട് അനൗൺസ് ചെയ്ത്, ഒരു ഓട്ടോറിക്ഷയ്ക്ക് 1 കിലോമീറ്ററിന് നിങ്ങൾ 4 രൂപ കൊടുക്കുക. ആ റേറ്റേ ആയിട്ടുള്ളൂ. ഇതിന് ഇത്രയും ലക്ഷം കിലോമീറ്ററിന് പോകാനായിട്ട് ഈ ചിലവ് നോക്കിയാൽ ഒരു ഓട്ടോറിക്ഷ ചാർജ് വന്നിട്ടുള്ളെന്ന് പറയുന്നത്. അപ്പം ഈ ലാം എൻജിൻ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ കമ്പോണൻ്റാണ്. അതിൻ്റെ കാര്യം ആദ്യമായിട്ടാണ് ഈ പല രാജ്യങ്ങൾക്കും ഇത് ആദ്യത്തെ ഫെയിലിയർ വന്നതിൻ്റെ ഒരു മെയിൻ ടെക്നിക്കൽ റീസൺ ഈ ലാം എൻജിൻ വർക്ക് ചെയ്യാണ്ട് പോയതാണ്. അതിനൊരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാ സാറ്റലൈറ്റിലും ലാം എൻജിൻ പോലത്തെ ഉണ്ട്. അത് ഇതുപോലെ വിട്ട്
ബേൺ ചെയ്യണ്ട, അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ബേൺ ചെയ്താൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 300 ദിവസം എടുത്ത് ഇവിടുന്ന് 1 വർഷം എടുത്ത് ചൊവ്വയിലെത്താൻ. അപ്പോൾ ആദ്യം അത് കത്തിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷട്ട് ഓഫ് ചെയ്തതിന് ശേഷം അവസാനം ചൊവ്വയിൽ എത്താറാകുന്ന സമയത്തെ പിന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ റീസ്റ്റാർട്ടിങ് ഈസ് എ വെരി ക്രിട്ടിക്കൽ തിങ്. പലയിടത്തും ആ റീസ്റ്റാർട്ടിങ് നടന്നിട്ടില്ല, പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണത്. അപ്പോൾ നമ്മളെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോളേജിൽ പോകുമ്പോൾ പിള്ളേർ പറഞ്ഞു എന്താണ്, യു ലേൺ ഫ്രം വൈസ് പീപ്പിൾ ലേൺ ഫ്രം ദെയർ മിസ്റ്റേക്സ്, ബട്ട് വൈസർ പീപ്പിൾ ലേൺ ഫ്രം അതേഴ്സ് മിസ്റ്റേക്ക്. അതാണ് ഏറ്റവും. കാരണം നമ്മൾ മിസ്റ്റേക്കിൽ നിന്നെല്ലാം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജീവിതം മുഴുക്ക മിസ്റ്റേക്ക് ചെയ്തിരിക്കാനേ സമയം കിട്ടും. അങ്ങനത്തെ നമ്പർ ഓഫ് മിസ്റ്റേക്സ് വിൽ ഗോ വെരി ഹൈ. പക്ഷേ നമ്മുടെ ഫീൽഡിൽ ബാക്കിയുള്ളവർ ചെയ്യുന്ന പ്രൊഫഷനിൽ അവർക്ക് എന്തെല്ലാം മിസ്റ്റേക്ക് പറ്റുന്നുണ്ടെന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ അവരുടെ മിസ്റ്റേക്കിനെ നമ്മളെടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മിസ്റ്റേക്ക് നമുക്ക് വരാണ്ടിരിക്കാനായിട്ട്, ആ ഫെയിലിയറിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാകാണ്ടിരിക്കാൻ നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ എടുക്കണം. അതാണ് നമ്മൾ ഈ ലാമിഞ്ചിൻ്റെ കയ്യിൽ നമ്മൾ ചെയ്തത്. നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഒരു ഫയറിങ് കഴിഞ്ഞിട്ട് ആ ലാമിഞ്ചിൻ്റെ ഇത് പ്രോട്ടോടൈപ്പ് എടുത്തിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഫയർ ചെയ്യും. 20 ദിവസം കഴിഞ്ഞ് 30 ദിവസം, 1 വർഷം, ഇങ്ങനെ നമ്മൾ പല രീതിയിൽ ചെയ്തു നോക്കി. അപ്പോൾ എന്നിട്ടിത് പൊളിച്ച് നോക്കിയിട്ട് അനലൈസ് ചെയ്യും. ഇത് വെറ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നു. യെസ്, ഈ പ്ലംബിംഗ് ലൈനിൽ മുഴുക്ക വാൽവ്, റെഗുലേറ്റേഴ്സ്, പ്രഷർ റെഗുലേറ്റേഴ്സ്, ഓറിങ്, വാഷർ, ഈ സാധനങ്ങളെല്ലാം ഈ സോക്ക് ചെയ്ത് വെറ്റായിട്ട് പിന്നെ ഇരിക്കുമ്പോൾ അതിനെല്ലാം ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അത് പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള നല്ല പ്രിക്കോഷൻ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലാമിഞ്ചിന് കൊടുത്ത സമയത്ത് നമുക്ക് നല്ല ഉറപ്പായിരുന്നു. വി ആർ വെരി കോൺഫിഡൻറ്റ് ദാറ്റ് അതിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അത് ആവശ്യ സമയത്ത് സ്റ്റാർട്ടാകും. ആ സമയത്ത് സ്റ്റാർട്ടായില്ലെങ്കിൽ ഈ മിഷൻ ഫെയിലുവറാണ്. അങ്ങനെ 3 സ്ഥലത്ത് ഫെയിലുവറായിട്ടുണ്ട്. ലാമിഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ പറ്റാതെ. അതാണൊരു ഫെയിലിയർ. അതൊരു ഫെയിലിയറിൻ്റെ മോഡ് നമ്മൾ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ് ആ ഫെയിലിയർ. അതിൽ അങ്ങനെ ഒരു ഫെയിലിയർ വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് റിവൈവ് ചെയ്തത്? അതിനെ റെക്കോർഡിക്കലാക്കി അതിൻ്റെ സൊല്യൂഷൻസ്. അല്ല, നമ്മൾ ഈ ഫെയിലിയർ എന്ന് പറഞ്ഞത് നമുക്ക് ഫെയിലിയറായിട്ടുണ്ടായില്ല, മറ്റുള്ളവരുടെ ഫെയിലിയറിൻ്റെ റിപ്പോർട്ട് അനലൈസ് ചെയ്തു. എന്നിട്ട് അതാണ് ഞാൻ പറഞ്ഞത്, വൈസ് പീപ്പിൾ ലേൺ ഫ്രം ദെയർ മിസ്റ്റേക്സ്, വൈസർ പീപ്പിൾ ലേൺ ഫ്രം അതേഴ്സ് മിസ്റ്റേക്സ്. അത് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാ രീതിയിലും നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ പറയാം, വേണുവിൻ്റെ എക്സ്പീരിയൻസിൽ വെച്ച് നോക്കിയിട്ട് ഒരു ഫയർ ഹസാർഡ് എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ റൂട്ട് നമ്മൾ അനലൈസ് ചെയ്യും. എന്താണ് അതിൻ്റെ റൂട്ട് കാസ്, എവിടെ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ മാക്സിമം പബ്ലിസിറ്റി കൊടുക്കും ജനങ്ങൾക്ക്. അതായത് ഇങ്ങനെ ഒരു ഫയറിൻ്റെ ഒരു ചാൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതിന് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് പ്രിവെൻറ്റീവ് മെഷേഴ്സായിട്ട്, പ്രിക്കോഷണറി മെഷേഴ്സായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന പോലെ നമുക്കുള്ള അഡ്വാൻറ്റേജ്, ഇന്ത്യക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് റിസർച്ചിൽ നമ്മൾ ഏറ്റവും പുറകുനിന്ന് വന്ന രാജ്യമാണ്, ഏറ്റവും ലേറ്റ് കമ്പറാണ്. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളുടെ മുഴുക്ക അനുഭവ സമ്പത്ത് നമുക്കുണ്ട് വായിച്ച് മനസ്സിലാക്കാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് റോക്കറ്റ് മോട്ടറോ ഒരു ലിക്വിഡ് മോട്ടറോ നമ്മൾ 2 ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് 3ാമത് ഫ്ലൈറ്റിന് വിടും. യൂറോപ്യൻസും അമേരിക്കൻസും റഷ്യൻസും ഒക്കെ ഇവരെല്ലാം നാസയൊക്കെ ചെയ്തിട്ടുള്ളത് ഈ 6, 7, 8, 10 ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്തിട്ടേ അവർ വിടും. നമ്മൾ 2 ടെസ്റ്റ്, ഈവൻ S-200 ബൂസ്റ്റർ പോലും വെറും 2 ടെസ്റ്റേ ചെയ്തുള്ളൂ. ഒരു ടെസ്റ്റ് കഴിഞ്ഞപ്പോഴേ തന്നെ നമ്മളത് ക്ലിയറാക്കി. ഉള്ളി 2 ടെസ്റ്റിന് കൂടുതൽ നമ്മൾ ചെയ്യാറില്ല. കാരണം അതാണ് നമ്മുടെ ചീപ്പർ എന്ന് പറയുന്നത്. ഈ ഡെവലപ്മെൻറ്റൽ ടെസ്റ്റിന് നമ്മൾ പൈസ ചിലവാക്കാറേ ഇല്ല. ബട്ട് അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളെടുക്കുന്ന എ ബിറ്റ് ഓഫ് റിസ്ക് എലിമെൻറ്റ്. രണ്ടാമത്തത്, നമ്മൾ ആ സിസ്റ്റം ക്വാളിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അനാലിസിസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ആ മോട്ടർ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഓരോ കമ്പോണൻറ്റും അതിൽ അസംബിൾ ചെയ്യുന്നതിന് മുമ്പ് ഇറ്റ് അണ്ടർഗോസ് ആൻ എലോബറേറ്റ് ടൈപ്പ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ചെക്സ്. സാർ, ഈ നമ്മുടെ ഈ റോക്കറ്റ് ഇതിലെല്ലാം തന്നെ നമ്മുടെ ആക്സസറീസ് ആയിട്ട് വരുന്ന, കമ്പോണൻസ് ആയിട്ട് വരുന്നതൊക്കെ തന്നെ 90% ഓഫ് ദി മെറ്റീരിയൽസ് ആർ ഫാബ്രിക്കേറ്റഡ് ഇൻ ISR only or VSS? അല്ല. അത് ക്രിട്ടിക്കലായിട്ടുള്ള ചില കമ്പോണൻസ് മാത്രമേ നമ്മൾ ISRയിൽ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. അത് തുടക്കം തൊട്ടേ തന്നെ വി ഡിപ്പെൻഡ് ഓൺ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്.
L&T, ഗോദ്രേജ്, ബാലചന്ദ്ര നഗർ ഇൻഡസ്ട്രീസൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ നമ്മൾ റിപ്പയർ, ഈവൻ സ്മാൾ ഇൻഡസ്ട്രീസ് ആൾസോ വി ഡിപ്പെൻഡൻറ്റ്. പക്ഷേ ചില കമ്പോണൻസ്, ഫോർ എക്സാമ്പിൾ വട്ടിയൂർക്കാവിലുള്ള ഇനർഷ്യൽ സിസ്റ്റം യൂണിറ്റ്, ജൈറോസ്കോപ്പ് എന്നൊക്കെ പറയുന്ന കമ്പോണൻസൊക്കെ വളരെ കാലം നമ്മൾ തന്നെ ഉണ്ട്. കാരണം അതിലെ കമ്പോണൻസിൻ്റെ ഡയമെൻഷണൽ പ്രിസിഷൻ ഈസ് സോ സ്ട്രിഞ്ചൻറ്റ്. അത് ഉണ്ടാക്കാനായിട്ട് പ്രൈവറ്റിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ദ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി ഹ്യൂജ്, വെരി ഹ്യൂജ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എക്കണോമിക്സിലി നമ്മൾ വയബിളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് L&Tക്കും ഗോദ്രേജിനുള്ള ഒരുപാട് ഇൻഡസ്ട്രീസിന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ എക്യുപ്മെൻറ്റ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സഹായിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ പൈസ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഇതിൻ്റെ കൂടെ ഇത്രയും കുറച്ച് അവർ അടച്ചു തീർക്കും. എന്നിട്ട് ഫെസിലിറ്റി അവരുടേതാവും. അങ്ങനെ നമ്മൾ പ്രൈവറ്റ് ഇൻഡസ്ട്രീസിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 95% ഓഫ് ദി ഐറ്റംസും ഇപ്പോൾ ഇൻഡിജിനിയസ് ആണ്, നമുക്ക് പറയാൻ പറ്റും. ഒരു 5% to 10% ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റം, മെജോറിറ്റി ഐറ്റംസ് ആർ ഇലക്ട്രോണിക്സ് ഐറ്റംസ്. ആ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതും കൂടി ഉണ്ടാക്കിക്കൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര വേൾഡ് ഫേമസ് ബിഗ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനായിട്ടുള്ള കമ്പോണൻസാണ്. ആ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് നമുക്ക് റോക്കറ്റിലും സാറ്റലൈറ്റിലും മാത്രമല്ല, എയർബസിലും അതിലും ഇതുപോലെയുള്ള എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് കമ്പോണൻസ് നമുക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും ചീപ്പായിട്ട് ലാർജ് മാനുഫാക്ചറിങ് സ്കെയിലിൽ ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റും. സാർ, അതൊരു നമ്മുടെ ISROയുടേതായ ചില ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി മറ്റ് പ്രൈവറ്റ് സെക്ടറിൽ വേറെ ഏതെങ്കിലും അതിലേക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? എത്രയോ എണ്ണം. നമുക്ക് BSSCക്കകത്ത് ടെക്നോളജി ട്രാൻസ്ഫർ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്, TTG. അവരുടെ ജോലി തന്നെ ഈ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മൾ പേറ്റൻ്റായിട്ടൊക്കെ കിട്ടി റെഡിയാക്കി വന്നു കഴിഞ്ഞതിന് ശേഷം ആ ടെക്നോളജി ഒരു പ്രൈവറ്റ് കേപ്പബിളായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഒന്നല്ല 1, 2, 3 ഇൻഡസ്ട്രീസിന് കൊടുത്തിട്ട് നമ്മൾ അവരെ കൊണ്ടുണ്ടാക്കാൻ റീസെൻ്റായിട്ട് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അല്ല, ഒരു റീസെൻ്റ് ഏറ്റവും നല്ല ക്രിയേറ്റീവായിട്ടൊരു ടെക്നോളജി അതിപ്പോൾ ഞാൻ പറഞ്ഞു. അതിനേക്കാളും മുമ്പ് വേണമെന്നറിയാം, ഹൈഡ്രോക്സിൽ ടെർമിനേറ്റഡ് പോളിബ്യൂട്ടാഡൈൻ എന്ന് പറഞ്ഞ സിന്തറ്റിക് റബ്ബർ റെസിൻ്റെ പ്രൊഡക്റ്റ് നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് ASL ആന്ധ്ര ഷുഗേഴ്സ് ലിമിറ്റഡിന് കൊടുത്തിട്ടുണ്ട്. അവർ ദേ ആർ മേക്കിംഗ് ടൺസ് ആൻഡ് ടൺസ്. UDMH ഉണ്ടാക്കുന്നതിൻ്റെ ആ ലിക്വിഡ് പ്രൊപ്പലൻ്റ് ആന്ധ്ര ഷുഗേഴ്സിന് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. റീസെൻ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വൈഫ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു സൂപ്പർ കപ്പാസിറ്റേഴ്സ്. സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ ഒരു വെർഷനാണ്. അതായത് നമുക്കൊരു ഷോർട്ട് പീരീഡിലേക്ക് ഒരു ഹൈ കറണ്ട് കൊടുക്കത്തക്ക ഒരു സിസ്റ്റം വേണം. ആക്ച്വലി ദാറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ദ ഇലക്ട്രിക് വെഹിക്കിൾസ്. ഈ ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ നമ്മൾ ബാറ്ററിയുടെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് അത് ഹെവി ആവും. ആ ബാറ്ററിയുടെ പർപ്പസ് റണ്ണിങ്ങിന് വളരെ മീഡിയം മതി, പക്ഷേ സ്റ്റാർട്ടിങ്ങിന് ഹൈ കറണ്ട് വേണം. അപ്പോൾ ഈ കപ്പാസിറ്റി കൂട്ടേണ്ട കാര്യമില്ല. ഒരു സൂപ്പർ കപ്പാസിറ്റർ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടിങ്ങിന് മാത്രം ഉപയോഗിക്കും, പിന്നെ അതങ്ങ് സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൂപ്പർ കപ്പാസിറ്റർ BSSCക്കാർ നീറ്റായിട്ട് ഉണ്ടാക്കി പ്രൂവ് ചെയ്ത് അവിടുത്തെ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ സാധനത്തിൻ്റെ ടെക്നോളജി ഇപ്പോൾ നാരായണമൂർത്തി പിന്നെ കെൽട്രോണിൽ ചെയർമാൻ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് നന്നായിട്ട് അറിയാം. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സൂപ്പർ കപ്പാസിറ്റർ. ആ ടെക്നോളജി കെൽട്രോൺ വാങ്ങി പേ ചെയ്തു. അതിൻ്റെ റോയൽറ്റി ഇസ്രോയ്ക്ക് പേ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് കെൽട്രോണിൻ്റെ കമ്പോണൻസ് കണ്ണൂരുള്ള യൂണിറ്റിൽ കഴിഞ്ഞ വർഷം തൊട്ട് പ്രൊഡക്ഷൻ തുടങ്ങി. ഗ്രേറ്റ്. അപ്പോൾ ഇതിൻ്റെ അത് പേറ്റൻറ്റഡ് ഇതാണ്? ആ പേറ്റൻറ്റഡ് ആണത്. ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് കെൽട്രോൺ റെഗുലർ പ്രൊഡക്ഷൻ തുടങ്ങി. പക്ഷേ അവർക്ക് മാർക്കറ്റിൽ ഇനി പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ലാർജ് എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം ചൈനീസ് പ്രോഡക്റ്റൊക്കെ റെഡി ചെയ്യാണ് മാർക്കറ്റിൽ. മില്യൺസാണ് അവരുണ്ടാക്കുന്നത്, ലക്ഷം പ്രോഡക്റ്റ്സുകളൊക്കെ ഉണ്ടാക്കി. നമ്മളെപ്പോലെ ഒരു 200, 300, 1000 ഉണ്ടാക്കുന്നതല്ല അതിന് പിടിച്ച് നിൽക്കും. പക്ഷേ നമുക്കിപ്പോൾ ഇൻഡിജിനിയസ് ആയിട്ട് സൂപ്പർ കപ്പാസിറ്റർ ഉണ്ട്, നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിൽ ഉപയോഗിക്കാനും പറ്റും കെൽട്രോണിൻ്റെ പ്രോഡക്റ്റ്. അതുപോലെ സാറേ, സമ്മർദ്ദത്തിനിടയിലും പതിവ് ചിന്തയ്ക്ക് പുറത്തേക്ക് പരിഹാരങ്ങൾ കണ്ടെത്തിയ വളരെ സൃഷ്ടിപരമായ മനസ്സുകളോടൊപ്പം അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട്. യങ്സ്റ്റേഴ്സ് പ്രത്യേകിച്ച് ISRO പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു എൻജിനീയറെ സൃഷ്ടിപരമാക്കുന്നത് എന്താണ്? മാർക്കാണോ, അതോ എക്സ്പോഷറാണോ, അതോ കൗതുകമാണോ? യു ഹാവ് വർക്ക്ഡ് വിത്ത് എക്സ്ട്രീംലി
ക്രിയേറ്റീവ് മൈൻഡ് സർ? ഞാനത് വളരെ നല്ല ചോദ്യമാണ്. വേണം ഞാനത് രണ്ടായിട്ട് ആൻസർ ചെയ്യാം. ആദ്യം ഒന്ന് വാട്ട് അട്രാക്ട് ദം. അപ്പം ഇവരെ നമ്മൾ രാധാകൃഷ്ണൻ സാറിൻ്റെ, മാധവൻ സാറിൻ്റെയും രാധാകൃഷ്ണൻ സാറിൻ്റെയും ആ സമയത്ത് ഒരുപാട് പുതിയ എൻജിനീയേഴ്സ് ജോയിൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പം ഇവർക്കൊരു ഇൻഡക്ഷൻ പ്രോഗ്രാം നമ്മളുണ്ടാക്കിയിട്ടുണ്ട്. ഇൻറ്റേർണൽ ഇൻഡക്ഷൻ IIT എന്നും പറഞ്ഞിട്ട് ആ ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം. ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഈ വരുന്ന ഒരു 300-350 അറൗണ്ട് 250 to 300 എൻജിനീയേഴ്സിനെയാണ് കംപ്ലീറ്റ് എടുക്കുന്നത്. അവരെ എല്ലാ സെൻറ്ററിലും കൊണ്ടുപോയി കാണിച്ച് മനസ്സിലാക്കിയെടുത്തിട്ട് അതിലൊരു സ്ഥിരം ട്രെയിനർ ഞാനായിരുന്നു. അവരെ എല്ലാം ട്രെയിൻ ചെയ്തെടുത്ത് റെഡിയാക്കിയിട്ട്. പക്ഷേ ഇത് കൂടാണ്ട് ഓരോ സെൻറ്ററിലേക്കും അപ്പോൾ ഇവരിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവരുടെ അടുത്ത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യും, ചോദിക്കുക, ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ എൻ്റെ അനുഭവങ്ങളിൽ അങ്ങനെ ഒരുപാട് ഇൻട്രാക്ഷനിൽ എനിക്ക് അവരുടെ ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്. അതിലൊരിക്കൽ ഒരു ഇൻട്രാക്ഷൻ നടന്നു, ബാംഗ്ലൂർ വെച്ചിട്ടൊരു ഇൻട്രാക്ഷൻ നടന്നിട്ടിരുന്നപ്പോഴത്തേക്ക് ഇന്ന് ഞാൻ ചോദിച്ചൊരു 60 പേരാ മറ്റോ ഉണ്ട്. ആ 60 പേരെ ഇങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിതിന് പ്രീവിയസ് എവിടെയായിരുന്നു, ഫ്രഷായിട്ടാണോ വന്നിരിക്കുന്നത്, ഇവിടെ ജോലി കിട്ടുന്നതിനും വാട്ട് മേഡ് യു ടു സെലക്ട് ദിസ് ജോബ് ഇൻ ഇസ്രോ എന്നും പറഞ്ഞ് ചോദിച്ചു. അപ്പം വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ടാകുമെന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഇസ്രോയുടെ ശമ്പളം പോരാ. 2002-2003 സമയത്തൊക്കെ അവർ വന്നവരൊന്നും പോരാ. 2008 വരെയും ശമ്പളത്തിൻ്റെ ഇതൊന്നും മാറിയില്ല. ചന്ദ്രയാൻ്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സാലറിയൊക്കെ ഇസ്രോയ്ക്ക് ഇൻക്രീസ് ചെയ്ത് പേ കമ്മീഷൻ, അതൊക്കെ മാധവൻ നായർ സാറിൻ്റെ കഴിവാണ്. മറ്റേ 6ാമത്തെ പേ കമ്മീഷനിലൊക്കെ മാറ്റം വരുത്തിയത്. അന്ന് എല്ലാവരും ഇൻഫോസിസ്, വിപ്രോ, സോഫ്റ്റ്വെയർ കമ്പനിയിൽ ദേ ഗീവ് ഹൈ എമൗണ്ട്. എൻ്റെ മക്കൾ വരെ ഇതിലൊക്കെ പോയി, സത്യം കമ്പ്യൂട്ടേഴ്സിലും ഇതിലൊക്കെ പോയി. ഇൻഫോസിലായിരുന്നു ഇളയാൾ, മറ്റേ ആൾ സത്യം കമ്പ്യൂട്ടേഴ്സിലായിരുന്നു പോയവരായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവരിങ്ങനെ ഇൻഫോസിസിലൊക്കെ പോയി കഴിയുന്ന സമയത്ത് ഇവിടെ നിന്ന് ആൾക്കാർ വന്നപ്പം ഞാൻ ചോദിച്ചു, ഈസ് ദർ എനിബഡി ഹു ആർ വർക്കിംഗ് എൽസ്വെയർ എന്ന് ചോദിച്ചു. ഒരു സ്മാർട്ട് ബോയ് എണീറ്റിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, യെസ് സാർ, ഐ വാസ് വർക്കിംഗ് ഇൻ ഇൻഫോസിസ് എന്ന് പറഞ്ഞു. ഹൗ ലോങ്? 3 years. ഹൗ മച്ച് യു ആർ ഗെറ്റിംഗ് ദെയർ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഇവന് നമ്മൾ കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് ഒരു 20,000 ഉള്ളൂ. ഈ ടോട്ടൽ സാലറി ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്. നൗ ഇറ്റ് ഈസ് നിയർ എ ലാക്ക്. അപ്പം അന്ന് വരുമ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഹൗ മച്ച് യു ആർ ഗെറ്റിംഗ് ഇൻ ഇൻഫോസിസ്? ഐ വാസ് ഗെറ്റിംഗ് 35+. അപ്പോൾ ഞാൻ ചോദിച്ചു, യു ആർ ഗെറ്റിംഗ് ഹിയർ ഓൺലി ആൻഡ് ആൾമോസ്റ്റ് ഹാഫ് ദ സാലറി, ബട്ട് ഹൗ യു എഗ്രീഡ് ഫോർ ഇറ്റ്? അവൻ ഒത്തിരി നേരം എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, സാർ, there I was doing a work of a tailor, cutting and stitching. ഭയങ്കര ബ്ലണ്ടായിട്ടാണ് പറഞ്ഞത്. there in Infosys I was doing only cutting and stitching. here I am a designer. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പിള്ളേരെല്ലാം ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ? സർ, there I do some work. I don't know what for I do it. I make a coding and a software as per instructions given to me. Where it is being used, whether it is functioning properly or not, what is the ultimate use of it and how it is useful to the society, I don't have any idea. That is Infosys. I just mechanically I do a software for coding a purpose. Now here I am the designer. ഞാൻ ചോദിച്ചു, ഇപ്പോൾ നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ സാറ്റലൈറ്റ് സെൻറ്ററിൽ ഐസാക്ക് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ഹിയർ ഐ വർക്ക് ദെയർ, ഐ നോ എ കമ്പോണൻറ്റ് വാട്ട് ഐ ആം വർക്കിംഗ്, വെയർ ഇറ്റ് ഗോസ് ടു ദ സാറ്റലൈറ്റ്, വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻ, ഇഫ് ഇറ്റ് ഫെയിൽസ് വാട്ട് ഈസ് ദ ഇംപ്ലിക്കേഷൻ, ആൻഡ് ഇഫ് ഇറ്റ് ഡസൻറ്റ് ഫെയിൽ വാട്ട് ഈസ് ഇറ്റ് അഡ്വാൻറ്റേജ്. ഐ നോ ഇറ്റ്, ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ലെസൺ ഫോർ മീ. കാരണം നമ്മളെല്ലാ എൻജിനീയേഴ്സിനും കൊടുക്കുന്ന വർക്കിനെ കുറിച്ചിട്ട് അവർക്കൊരു ബ്രീഫിംഗ് കൊടുക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ടീം ബിൽഡിങ്ങിൻ്റെ ബേസിക് തിങ്. ഇൻഫോം വെൽ. 3 കാര്യങ്ങളാണ് ടീം ബിൽഡിങ്ങിൽ പറയുന്നത്. ഇൻഫോം വെൽ, ഡിസ്കസ് സിൻസിയർലി, ലിസൺ പേഷ്യൻ്റ്ലി. കാര്യങ്ങൾ നമ്മളൊരു ജോലി ഏൽപ്പിച്ച് കഴിയുമ്പോൾ ആ ജോലിയെക്കുറിച്ച് ഇൻഫോം വെൽ, ഇൻഫോം, ഡിസ്കസ്, ലിസൺ. ഡിസ്കസ് സിൻസിയർലി ആൻഡ്
ലിസൺ പേഷ്യൻ്റ്ലി. അവർക്ക് നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്യുമ്പം അവർക്ക് പറയാവുന്നതും നമ്മൾ പേഷ്യൻ്റായിട്ട് ലിസൺ ചെയ്യാനായിട്ടുള്ള മാഗ്നാനിമിറ്റി നമുക്കുണ്ടായിരിക്കണം. അത് ചെയ്തു കഴിഞ്ഞാൽ അതുമാത്രമല്ല, അത് ഞാനൊരു ഈ എൻജിനീയേഴ്സ് വർക്ക്ഷോപ്പിൽ പോയി ഇൻചാർജായിട്ട് സൂപ്പർവൈസറായിട്ട് എൻജിനീയേഴ്സിനെ വിടും. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ R&D പല എൻജിനീയേഴ്സിനും പോസ്റ്റ് ചെയ്യുമ്പം പ്രൊഡക്ഷൻ ഷോപ്പിൽ ചെയ്യുമ്പോൾ അവർ ഡിസ്പറേറ്റ് ആവും. ഓ, ഐ ആം ഡൂയിങ് എ റുട്ടീൻ ജോബ്. നോ, ബിക്കോസ് അവർ കേൾക്കുമ്പോൾ ഇസ്രോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, എന്ത് റിസർച്ചാണ് ഇവിടെ ചെയ്യുന്നത്? ഞാനിവിടെ വന്നിട്ട് ലെയ്ത്ത് മില്ലിംഗ് മെഷീനും ഡ്രില്ലിംഗ് മെഷീനിലും പ്ലെയിനിങ് മെഷീനും എല്ലാം നോക്കാനായിട്ട് വർക്ക് കഴിക്കുമ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ എന്ത് റിസർച്ചാണെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ്സ് എ റിസർച്ച്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ടെക്നീഷ്യന് നിങ്ങളൊരു വർക്ക് കൊടുക്കുമ്പം ചുമ്മാ ഒരു ഡ്രോയിങ് കൊടുത്ത് ചെയ്യാനല്ല പറയുന്നത്. നിങ്ങളൊരു വർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ടെക്നീഷ്യൻ്റെ അടുത്തൊരു 2 minutes നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയണം, ഈ കമ്പോണൻറ്റ്, ഈ പിഞ്ച് വാൽവ് എന്ന് പറയുന്ന ഈ വാൽവിൻ്റെ കമ്പോണൻസ് ഇത്ര മൈക്രോൺ അക്യുറസിയിൽ ഒരു ഹീലിയം ഗ്യാസ് റെഗുലേറ്ററിന് പോകുന്നതാണ്. എന്നിട്ട് ആ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് ഡ്രോയിങ് കാണിച്ചിട്ട് ഈ സാധനം എവിടെയാണിത് വരുന്നതെന്ന് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഡയമെൻഷനിലെ ടോളറൻസ് പെർഫോമൻസിന് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആ ടെക്നീഷ്യനെ നിങ്ങൾ ധരിപ്പിക്കണം. അപ്പം അവന് മനസ്സിലാകും ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി വർക്ക് വാട്ട് ഹി ഈസ് ഡൂയിങ്. ദെൻ ഹീ വിൽ ഫീൽ ദ സെൻസ് ഓഫ് ഇമ്പോർട്ടൻസ്. അവൻ്റെ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള സെൻസ് ഓഫ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അവൻ പറയും, യെസ്, ഐ എം ഡൂയിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് സീരിയസ് ജോബ്. അങ്ങനെ തോന്നണം. അത് പലരും ചെയ്യാറില്ല. ഈ ശ്രീഹരിക്കോട്ട വന്നു കഴിഞ്ഞ കുട്ടികൾക്കെല്ലാം ഡെസ്പറേറ്റാണ്. കാരണം എല്ലാവർക്കും സിറ്റിയിൽ ബാംഗ്ലൂരും ഹൈദരാബാദും VSSCയിലും ഒക്കെ ജോലി ചെയ്യാനാണ് ഇഷ്ടം. കാരണം എല്ലാം ഒരു വലിയ സിറ്റി ലൈഫ് കിട്ടും. ശ്രീഹരിക്കോട്ട വന്നു കഴിഞ്ഞാൽ ഈ ക്യാമ്പസിനകത്ത് അടഞ്ഞുകൂടി കിടക്കുന്ന കാരണം അവർ ആ ഡെസ്പറേറ്റാണ്. അപ്പം ഞാൻ ഈ ജോയിൻ ചെയ്തൊരു 2 മാസം കഴിയുമ്പം അവരെ വിളിച്ചു കഴിഞ്ഞിട്ട് അവർക്കൊരു ഓപ്പൺ സെഷൻ വിത്ത് ഡയറക്ടറുണ്ട്. യു ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യനായിട്ട്. അത് പീരിയഡിക്കലി ഞാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം ഒന്നും മിണ്ടാണ്ട് അവരെഴുതുന്നു, ആർ യു ഹാപ്പി? യെസ് ഹാപ്പി. ആർ യു ഹാപ്പി? ഹാപ്പി. എല്ലാം പറഞ്ഞിട്ടിരിക്കും, ഒന്നും ക്വസ്റ്റ്യൻ വരില്ല. അപ്പം ഞാനിങ്ങനെ അവരെ എന്തെങ്കിലും ചോദ്യം വരത്തക്ക രീതിയിൽ പ്രിക്ക് ചെയ്യും. എന്നാലേ അവർ റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ വെച്ചാൽ ഡയറക്ടറല്ലേ, ഡയറക്ടർ അടുത്ത് പറയാൻ പാടുണ്ടോ? അങ്ങനെ ഡയറക്ടർ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു, ഐ എം ഗോയിങ് ടു പ്രിക്ക് യു. അപ്പം ഞാൻ പറഞ്ഞു, ഐ വിൽ മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ്. ഹൗ മെനി പീപ്പിൾ എഗ്രി ടു ഇറ്റ്? കൈ പൊക്കണമെന്ന് പറയും. ഐ എം ടെല്ലിങ് യുവർ മെജോറിറ്റി ഓഫ് യു പീപ്പിൾ ആർ നോട്ട് ഹാവിങ് സഫിഷ്യൻറ്റ് വർക്ക് ഇൻ യുവർ വർക്ക് പ്ലേസ്. സിൻസിയർലി യു ടെൽ യു എഗ്രി ആർ നോട്ട്. കൈ പൊക്കി. ദാറ്റ് മീൻസ് വർക്കില്ല. അതെ. ഇപ്പോൾ എനിക്കറിയാം, ഞാനിത് അനുഭവിച്ചിട്ടുള്ളതാണ് ജോയിൻ ചെയ്തപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞ് വർക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗുഡ്. അപ്പം നൗ ഇപ്പോൾ ഒരു ഫ്രീഡം ആയല്ലോ, നിങ്ങൾ ഇനി ഓരോന്ന് പറയാം. അപ്പോഴും പടപടേ എന്ന് അവരുടെ കംപ്ലയിൻറ്റ്സ് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സർ ഹിയർ വി ആർ ഹാവിങ് വർക്ക് ബട്ട് വി ആർ ഡൂയിങ് റുട്ടീൻ വർക്ക്. ഫസ്റ്റ് കംപ്ലയിൻ്റാണ് എവിടെ നിന്ന് കിട്ടിയത്, ഈ യങ്ങായിട്ട് വന്ന ടാലൻറ്റഡ് എഞ്ചിനീയേഴ്സിൽ നിന്ന്. വി ആർ ഗെറ്റിംഗ് എ റുട്ടീൻ വർക്ക്. സാർ ശ്രീഹരിക്കോട്ട എവറിത്തിങ് ഈസ് ഓൺലി റുട്ടീൻ വർക്ക്. നോ R&D, നോ റിസർച്ച്, നോ ഇന്നോവേഷൻ. ശരി, പുള്ളി സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, സാറ് വി ആൾ ഹാഡ് ബിഗ് അംബിഷൻ ഓഫ് ഡൂയിങ് സംതിങ് ന്യൂ റിസർച്ച് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഡു യു തിങ്ക് ഡൂയിങ് റുട്ടീൻ വർക്ക് ഈസ് എ ഷെയിം? ഞാൻ ചോദിച്ചു, ഈ ലോകം എങ്ങനെ നിലനിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് പവർ സപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതും കൃത്യമായിട്ട് പൈപ്പിൽ കൂടെ വെള്ളം വരുന്നതും ഈ ലോകത്തിലുള്ള വണ്ടികളും ട്രെയിനുകളും ബസ്സുകളും എല്ലാം ഓടുന്നതും എയ്റോപ്ലെയിൻ വർക്ക് ചെയ്യുന്നതും ഇതെല്ലാം സീവേജ് വർക്ക് ചെയ്യുന്നതും ക്ലീനിങ് എല്ലാം നടക്കുന്നതും എല്ലാം റുട്ടീൻ വർക്ക്. അത് സൂപ്പർവൈസ് ചെയ്യുന്നവർക്ക് ഒരു വിലയും നിങ്ങൾ കൊടുക്കുന്നില്ലേ? അങ്ങനെ കുറേ ആൾക്കാർ റുട്ടീൻ വർക്ക് മെഡിക്കുലസായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് സുഖമായിട്ട് നമ്മളെല്ലാം കഴിയുന്നത്. ഞാൻ ചോദിച്ചു, ഇനി ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ഒരു പൈലറ്റ്, ഒരു ഇൻ്റർനാഷണൽ പൈലറ്റ്, യു ജസ്റ്റ് ഇമാജിൻ വാട്ട് ഈസ് ഹിസ് വർക്ക്. അയാൾ കാലത്തെ വന്നു അലോട്ട്മെൻറ്റ് ചെയ്തു, ഡൽഹി ന്യൂയോർക്ക് ഒരു വണ്ടിയെടുത്ത് പോയി. അത് കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നിട്ട് ന്യൂയോർക്ക് ബോംബെ വന്ന് പോകുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഒരു പൈലറ്റിൻ്റെ മോസ്റ്റ് അട്രാക്റ്റീവ് ജോബാണ്. അവൻ റുട്ടീൻ ജോബല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു.
ഇറ്റ്സ് എ റുട്ടീൻ ജോബ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, വൺ മോർ തിങ് ഐ എം ടെല്ലിങ് യു. ദേവി നാരായണ ഷെട്ടീസിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര പീഡിയാട്രിക് ഹാർട്ട് സ്പെഷ്യലിസ്റ്റാണ്, ഭയങ്കരമാണ്. അതിന് ഐ ഹാഡ് ആൻ ഇൻട്രാക്ഷൻ വിത്ത് ഹിം ഇൻ അഡ്വാൻസ്ഡ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ വെച്ചിട്ട്. നല്ല പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ദിവസം 200, 300, 400 സർജറിയാണ് ചെയ്യുന്നത്. ആ റുട്ടീൻ ടൈപ്പ് ഓഫ് സർജറി, കട്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, കുട്ടികളുടെ വാൽവ് മാറ്റി വയ്ക്കുന്നു, ബ്ലോക്ക് തിരിച്ചു വരുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ഹീ ഈസ് ഓൾസോ ഡൂയിങ് എ റുട്ടീൻ കൈൻഡ് ഓഫ് ജോബ്. ബട്ട് ഹീ നെവർ കംപ്ലൈൻറ്റ് ദാറ്റ് ഐ എം ഡൂയിങ് എ റുട്ടീൻ ജോബ്. ഞാൻ പറഞ്ഞു അത് പോട്ടെ, ഇതെല്ലാം പോട്ടെ, നിങ്ങളുടെ പ്രൊഫസർ, കോളേജിലുള്ള നിങ്ങളുടെ പ്രൊഫസർ വന്നിട്ട് സ്ഥിരമായിട്ട് എല്ലാ വർഷവും അങ്ങേര് പഠിപ്പിക്കുന്നതെല്ലാം ഈ കയറ്റി വെച്ചിരിക്കുന്ന ഛർദ്ദിച്ചിട്ടില്ലേക്കുന്നത്, അങ്ങേരെ മോശമുള്ള രോഗമാണോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് ചോദിച്ചു. So routine job, doing routine job is not at all a shame or a bad thing. First you understand. But now you can do innovation in routine job. നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ജോലിയിലും യു തിങ്ക് വാട്ട് കൈൻഡ് ഓഫ് ഇന്നോവേഷൻ യു ക്യാൻ മേക്ക്. ഐ ക്യാൻ മേക്ക് ഇറ്റ്. ഒരു ഫാബ്രിക്കേഷനിലും ഒരു ലെയ്ത്തിലും ഒരു ഫിക്സ്ചറിലും ചെറിയ സമയം കൊണ്ട് കൂടിയ പ്രൊഡക്ഷനിൽ ആ സേഫ്റ്റി മെത്തേഡ്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നിങ്ങൾ നിൽക്കാം. അപ്പം ഞാൻ അവർക്ക് തന്നെ കാണിച്ചു കൊടുത്തിട്ട് ഈ ഷാർല ഡിസൈൻ ടീം വെച്ചിട്ട് 400 ടൺ ഭാരമുള്ള ഒരു സാധനം, ഒരു ഹെവി വെയ്റ്റ് ക്രെയിനിൽ ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് സാധാരണ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഏകദേശം 8 മീറ്റർ ഹൈറ്റിൽ പോയി ഹൂക്ക് ചെയ്യണം. ആ ഹൂക്കിങ് അവോയ്ഡ് ചെയ്യാനായിട്ട് ദേ മേഡ് എ ഡിസൈൻ. സിമ്പിളാണ്. ഒരു ഗ്രാബ് സിസ്റ്റം വെച്ചു, 4 വിരൽ പോലെ 4 ഹൂക്ക് ചെയ്യുന്നിട്ട് ഹൈഡ്രോളിക് സിസ്റ്റം വെച്ച് ബൈ ന്യൂമാറ്റിക് പ്രഷർ വെച്ചിട്ട് ന്യൂമാറ്റിക് ഇത് വെച്ചിട്ട് നമുക്ക് റിമോട്ട് ഓപ്പറേറ്റ് ചെയ്ത് ഇതങ്ങോട്ട് താത്ത് കഴിഞ്ഞിട്ട് ഈ 4 വിരലും അങ്ങ് ഹൂക്ക് ചെയ്യും. എന്നിട്ടത് പൊക്കിയെടുത്ത് നമുക്ക് എവിടെ കൊണ്ടുവയ്ക്കണോ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റിലീസ് ചെയ്യാം. ഇത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്ത് ഇവിടെയുള്ള എഞ്ചിനീയേഴ്സ് ചെയ്തതാണ്. അതായത് ഈ ആൾ പോയി ഹൂക്ക് ചെയ്യുന്നതും ഡീഹൂക്ക് ചെയ്യുന്നതും വരുന്ന അവോയ്ഡ് ചെയ്യാനുള്ള. അങ്ങനെ നിങ്ങൾക്ക് എൻ നമ്പർ ഓഫ് ചേഞ്ചസ് യു ക്യാൻ ഡു ഇൻ ദ റുട്ടീൻ വർക്ക് വാട്ട് ദേ ആർ ഡൂയിങ്. അത് നമ്മളെ വരെ മോട്ടിവേറ്റ് ചെയ്ത് എടുക്കണം. എന്നിട്ട് അങ്ങനെ ഒരു കാര്യം, നല്ല കാര്യം ചെയ്യുമ്പം നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി കൊടുത്ത് റിവാർഡ് കൊടുത്ത് അവരെ അങ്ങനെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരണം. സാർ, ഇന്നത്തെ യുവജനങ്ങൾ ബഹിരാകാശത്ത് വളരെ ഈ ഫീൽഡിലേക്ക് വളരെ ആകർഷിതരാണ്. അതേസമയം സോഷ്യൽ മീഡിയ, ഇൻസ്റ്റൻറ്റ് റിസൾട്ട്സ്, വേഗത്തിലുള്ള കരിയർ ചേഞ്ചസ് തുടങ്ങിയ പല ശ്രദ്ധ കിട്ടുന്ന ഫീൽഡുകളുണ്ട്. ഇന്ത്യയുടെ അടുത്ത സ്പേസ് സ്റ്റോറിയുടെ ഒരു ഭാഗമാകണം എന്ന് പറയുന്ന ഒരു 20 വയസ്സുകാരനോട് താങ്കൾ നൽകുന്ന പ്രായോഗികമായ ഒരു ഉപദേശം എന്തായിരിക്കും? സാധാരണ ഈ 12ാം ക്ലാസ് കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ വീട്ടിലെ അയലോകത്തും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ ഉള്ള മക്കൾ വന്നു കഴിഞ്ഞിട്ട് സാധാരണ വരുന്ന ഒരു ഡിമാൻഡാണ്, സാർ എനിക്കൊരു അസ്ട്രോഫിസിക്സ് ആകണം. അവരുടെ ഏറ്റവും വലിയ ത്രില്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അസ്ട്രോഫിസിക്സാണ്. പുതിയ അതൊരു വല്ലാത്ത ഒരു ഫീലിംഗാണ് അവർ വരുമ്പോൾ. ഈ അസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത് പ്ലാനറ്ററി സിസ്റ്റത്തിനെ കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും പഠിക്കുന്നത് എത്ര പഠിച്ചാലും തീരാത്തത്രയുള്ള കാര്യമാണ്. എത്ര പഠിച്ചാലും തീരില്ല, കാരണം അത്രയും വാസ്റ്റാണ് ആ കാര്യങ്ങൾ. ബട്ട് യു ഷുഡ് ആൾസോ തിങ്ക്, ഈ എത്ര അസ്ട്രോഫിസിക്സിനെ നമുക്ക് വേണം? നമുക്ക് വേണ്ട അത്രയും ആൾക്കാർ. ഈ അസ്ട്രോഫിസിക്സ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു റിസർച്ച് ചെയ്ത് അറിവ് വർദ്ധിപ്പിച്ച് ആ ഫീൽഡിൽ ചെയ്യാമെന്നുള്ളത് ഒരു അക്കാഡമിക് ലൈനിലും ചില റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും മാത്രമേ നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് ISRO പോലെയുള്ളൊരു സ്ഥാപനത്തിലൊന്നും ഒരുപാട് പേരെയൊന്നും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ജോബ് അവന്യൂസും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ സ്പേസ് റിസർച്ചിലേക്ക് ആകർഷിച്ചായിട്ട് വരുന്ന കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ എൻജിനീയേഴ്സ് വരുമ്പോൾ ഉള്ളതുപോലെ റുട്ടീൻ വർക്ക് പലപ്പോഴും നിങ്ങൾ ഇതിലേക്ക് ആകർഷിച്ച് ISROയിൽ വരുമ്പം കിട്ടുന്ന ജോലി ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള വർക്കായിരിക്കും. ശരിക്കും നമ്മൾ ഇസ്രോയിൽ ബേസിക് റിസർച്ച് വളരെ കുറവാണ്. റിസർച്ച് 2 തരത്തിലുണ്ട്, ബേസിക് ഫണ്ടമെൻ്റൽ റിസർച്ചും അപ്ലൈഡ് റിസർച്ചും.
അപ്ലൈഡ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സും അതിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇൻഡെപ്തായിട്ട് പഠിച്ച് വിവരം ഉണ്ടാക്കിയാലുണ്ട്. നമ്മൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗോള് ടാർഗറ്റ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഒരു പർട്ടിക്കുലർ സിസ്റ്റമോ ഒരു പ്രോഡക്റ്റോ ഒരു ഡിവൈസോ ഒരു മെറ്റീരിയലോ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിനൊരു ആപ്ലിക്കേഷനുണ്ട്. അതാണ് അപ്ലൈഡ് റിസർച്ച്. ഈ നമ്മൾ ചെയ്യുന്ന 95% ഇസ്രോയിൽ ചെയ്യുന്നതെല്ലാം അപ്ലൈഡ് റിസർച്ചാണ്. നമ്മുടെ റോക്കറ്റിനും സാറ്റലൈറ്റ്സിനും ട്രാക്കിങ്ങിനും ലോഞ്ചിങ്ങിനും കൺട്രോൾ സിസ്റ്റത്തിനും ഒക്കെ ആവശ്യമായ പല സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസും സിസ്റ്റംസും ഡിവൈസസും മെറ്റീരിയലും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് ആപ്ലിക്കേഷനുണ്ട്. എന്നാൽ നമുക്കും ഉണ്ട് സ്പേസ് ഫിസിക്സ് ലബോറട്ടറി, PRL ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ഇങ്ങനെയുള്ള 2 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്യുവർ ഫണ്ടമെൻ്റൽ റിസർച്ചിനുള്ളതും നമുക്ക് ഇസ്രോയ്ക്കുണ്ട്. അത് കുറവാണ്. അതിലുള്ള നമ്പർ ഓഫ് എംപ്ലോയീസും കുറവാണ്. നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്ലൈഡ് റിസർച്ചിനാണ്. പക്ഷേ അപ്ലൈഡ് റിസർച്ച് നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മുടെ മെജോറിറ്റി മാൻ പവർ ഇസ്രോയിലുള്ളവരും വർക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള അതിൽ പലരും ഫെസിലിറ്റി ടേക്ക് കെയർ ചെയ്യാനായിരിക്കും. ഇപ്പോൾ ശ്രീഹരിക്കോട്ട പോലെ ഉള്ള ഒരു വലിയ ലാർജ് ഫെസിലിറ്റീസിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് റുട്ടീനായിട്ട് ചെക്ക് ചെയ്ത് അതെല്ലാം ഫുള്ളി ഓപ്പറേഷണൽ കണ്ടീഷനിലാണെന്ന് എൻഷുർ ചെയ്യിക്കുക തന്നെ ഒരു വലിയ ജോലിയാണ്. അപ്പോൾ ചോദിക്കും, എനിക്ക് അതിൽ റിസർച്ച് എന്തിരിക്കുന്നു, ഞാൻ ഈ ചെയ്യുന്ന റുട്ടീനല്ലേ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ആൻസർ. അപ്പോഴാണ് ഞാൻ പറയുന്നത് റുട്ടീൻ കാര്യങ്ങൾ കൃത്യമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ വേസ്റ്റ് എടുക്കുന്ന ഒരു ദിവസം വന്നില്ലെങ്കിൽ നമുക്ക് മൂക്ക് പൊത്തിയിട്ട് നടക്കാൻ പറ്റില്ല. അതാണ്. ഒരു യുവ എഞ്ചിനീയർ നമ്മുടെ ഈ സംഭാഷണം കേൾക്കുകയാണ് എന്ന് കരുതുക. അപ്പം പരീക്ഷയിലോ പ്രോജക്റ്റിലോ സ്റ്റാർട്ടപ്പിലോ പരാജയം നേരിട്ട് വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ കാര്യങ്ങൾ തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളിൽ സാറ് എന്ത് ചെയ്യുമായിരുന്നു? ഒരു മനസ്സിനെയും ശരീരത്തെയും റീസെറ്റ് ചെയ്യാൻ സഹായിച്ച ഒരു ചെറിയ ദൈനംദിന ശീലം എന്താണ്? അത് ഡെയിലി ആയിട്ട് അതൊരു ട്രിക്കി ക്വസ്റ്റ്യനാണ്. ഒരാളിന് അൺസാറ്റിസ്ഫാക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പം യങ് എൻജിനീയേഴ്സ് സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞപ്പോണ്ട് ഞാൻ പറയുന്നൊരു കാര്യം, അതെ, നമ്മുടെ സ്പേസിൽ കുറേ സ്റ്റാർട്ടപ്സ് വരുന്നുണ്ടല്ലോ. കുറേ സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്. ഒരേ ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഇമ്പ്രൂവ്ഡ് വെർഷനാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ഐഡിയ നമ്മൾ ഇന്നോവേഷൻ ആക്കാൻ പറ്റുന്നില്ല. ഒന്ന് ക്രിയേറ്റിവിറ്റി, നെക്സ്റ്റ് ഈസ് ഇന്നോവേഷൻ. വാട്ട് ഈസ് ക്രിയേറ്റിവിറ്റി? എല്ലാവരും ഇങ്ങനെ കണക്ട് ചെയ്ത് പറയും വാട്ട് ഈസ് ഇന്നോവേഷൻ. അതായത് ക്രിയേറ്റിവിറ്റി മീൻസ് ജനറേഷൻ ഓഫ് എ ന്യൂ ഐഡിയ. എങ്ങനെ പുതിയ ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാകുന്നു? നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഈ ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻ മുഴുക്ക നിറഞ്ഞു കിടക്കുന്ന ഒരു ഭണ്ഡാരമാണ്. ആ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് എനിക്ക് ഇന്ന സാഹചര്യത്തിലൊരു പുതിയ ഐഡിയ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുമ്പം നമ്മുടെ മെൻ്റൽ സ്ക്രീനിലുള്ള ഇൻഫർമേഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗോളിലേക്ക് തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ദാറ്റ് ഈസ് തോട്ട് പ്രോസസ്സ്. ആ തോട്ട് പ്രോസസ്സ് എക്സ്ട്രീം ആകുമ്പോഴാണ് ന്യൂ ഐഡിയാസ് ആർ ക്രിയേറ്റഡ്. ദാറ്റ് ഈസ് കാൾഡ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി മീൻസ് ജനറേഷൻ ഓഫ് എ ന്യൂ ഐഡിയ. പക്ഷേ ആ ന്യൂ ഐഡിയ വന്ന ഉടമ്പ് തുടക്കത്തിലെല്ലാം ആ ഐഡിയ വിൽ ബി ഇൻ എ ഫ്ലൂയിഡ് സ്റ്റേറ്റ്. ക്ലാരിറ്റി കുറവായിരിക്കും, അതിനൊരു വേഗമായിട്ടിരിക്കും. അത് നമ്മൾ തോട്ട് പ്രോസസ്സിലിട്ട് മർദ്ദിച്ച് റെഡിയാക്കിയാണ് നമ്മളതിന് ഷേപ്പ് കൊടുക്കുന്നത്. അങ്ങനെ ഷേപ്പ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളതിനെ ഫ്രീസ് ചെയ്യും. ദാറ്റ് ഈസ് കാൾഡ് ഫ്രോസൺ തോട്ട്. നമ്മൾ ആശയം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ആശയത്തിന് നമ്മൾ ഉടനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇൻമേ ഡ്രോയിങ്, ഒരു സർക്യൂട്ടാകാം, ഒരു ഡിവൈസിൻ്റെ സ്കെച്ചാകാം, ഒരു പ്രോട്ടോ മോഡലാകാം, ഒരു സബ്സ്കെയിൽ സൈസാകാം. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സൈഡാണ് ഇന്നോവേഷൻ. പലപ്പോഴും ഈ ലെവലിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നിന്നു പോകും. നമ്മൾ ആ ഇന്നോവേഷൻ എന്ന് പറയുന്നതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. അതിനാണ് ട്രാൻസ്ലേഷൻ ടെക്നോളജി. ഇപ്പോൾ പലയിടത്തും M.Tech കോഴ്സ് ട്രാൻസ്ലേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. ആ ട്രാൻസ്ലേഷൻ എഞ്ചിനീയറിങ്ങിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ആ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആശയം നമ്മൾ കാണിച്ചത് സ്കെച്ചിലോ ഡ്രോയിങ്ങിലോ സർക്യൂട്ടിലോ പ്രോട്ടോ മോഡലിലോ ഉണ്ടാക്കിയത് നമ്മൾ ഒരു പ്രൊഡക്ഷനൈസേഷൻ മാനുഫാക്ചറിങ് ലെവലിലേക്ക് കൊണ്ടുവന്ന് സൊസൈറ്റിക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉണ്ടാക്കി നമുക്കത് മാർക്കറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണം. കറക്റ്റ്. ദാറ്റ് ഈസ് ഇന്നോവേഷൻ. ഈ ലെവലിൽ പലരും എത്തുന്നില്ല.
അങ്ങനെയുള്ള ആ ഇന്നൊവേഷൻ വരുത്താനായിട്ട് ഞാൻ ഈ പറഞ്ഞ മാർക്കറ്റ് ചെയ്യത്തക്ക രീതിയിൽ വരുത്താനുള്ളതാണ് സ്റ്റാർട്ടപ്പ് മിഷൻ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കൊരു നല്ല സ്റ്റാർട്ടപ്പ് മിഷനുണ്ട്. ലോകത്തിലെ ഒന്നാമതി മികച്ച സ്റ്റാർട്ടപ്പ് മിഷനാണ് കേരളത്തിലുള്ളത്. അനൂപ് അമ്പി അതിൻ്റെ ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. എക്സലൻറ്റ് വർക്ക് ഹീസ് ഡൂയിങ്. ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് നമ്മൾ പോകുമ്പം ഈ ക്രിയേറ്റിവിറ്റി എന്നുള്ള ആശയത്തിൽ നിന്ന് ഇന്നൊവേഷനായി മാറാത്തതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. നമ്മൾ അഡ്വൈസ് കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാന കാര്യം യു ഷുഡ് ബി ഏബിൾ ടു വർക്ക് ഇൻ എ ടീം. ആ ടീമിൻ്റെ രീതി വെച്ചിട്ട് നമ്മുടെ ഐഡിയാസിന് അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. ഒരു ഡെവലപ്മെൻറ്റ് ചെയ്തൊരു പുതിയ ഐഡിയ ഉണ്ടാക്കിയ ഒരാൾ സ്റ്റാർട്ടപ്പ് മിഷനിൽ കൂടിയോ അല്ലാണ്ടോ വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയോ ഒരു ഫാക്ടറിയിലോ പോയിട്ട് ഇതിനെ ഒന്ന് പ്രൊഡക്ഷനൈസേഷൻ ചെയ്യാൻ വരുമ്പോൾ പ്രൊഡക്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ വില നിശ്ചയിക്കണം, അതിൻ്റെ ക്വാളിറ്റി വേണം. അതിന് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യുവർ പ്രോഡക്റ്റ് ഷുഡ് ഹാവ് എ സുപ്പീരിയർ ക്വാളിറ്റി ആൻഡ് ലെസർ കോസ്റ്റ്. ഈ 2 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റൂ. നിങ്ങളുണ്ടാക്കിയ ഒരു ഡിവൈസിൻ്റെ അതേ പർപ്പസിന് ഇപ്പോൾ മാർക്കറ്റിൽ വേറൊരു പ്രോഡക്റ്റ് ഓൾറെഡി കാണും. അപ്പോൾ അതിനേക്കാളും ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള പെർഫോമൻസും ലെസ്സർ എനർജി കണ്ടൻറ്റും സേഫ്റ്റി കൂടിയതുമായിട്ടുള്ള കുറേ പ്ലസ് പോയിൻ്റ് ഉള്ളതായിരിക്കണം നിങ്ങളുടെ പ്രോഡക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഒറിജിനൽ ഐഡിയയിൽ ഉണ്ടാക്കിയതിനെ പലതിനും നിങ്ങൾക്ക് ട്രിം ചെയ്ത് ഒരുമാതിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതിന് ഈ ഐഡിയ ക്രിയേറ്റീവും തയ്യാറായിരിക്കണം. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇവരുണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയെ ഡിപ്പെൻഡ് ചെയ്തൊരു കോൺഫ്ലിക്റ്റ് വരാണ്ട് നീ തന്നെ ചെയ്യൂ, എന്നിട്ട് അത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സപ്പോർട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കും. അങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പിന്നെ മാർക്കറ്റ് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ടഫ് ജോബാണ്. അതെല്ലാം കഴിഞ്ഞെത്തിയാലേ നമുക്ക് ഇത് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സാർ, ഇപ്പോൾ പുതിയ പല മേഖലകളിൽ നമ്മൾ ഓപ്പൺ അപ്പ് ആയിരിക്കണം. സ്പേസ് ഈസ് വൺ ഓഫ് ദ തിങ്. അതെ. എനർജി ട്രാൻസിഷൻ ഈസ് ദെയർ. ഇപ്പോൾ തന്നെ കേരളത്തിൽ 1-2 സ്റ്റാർട്ടപ്സ് ഉണ്ട്. ഈ കോമ്പോസിറ്റ് സിലിണ്ടേഴ്സിൻ്റെ വൈൻഡിങ്, പിന്നെ റോബോട്ടിക്സ്, ഇതെല്ലാം പലവിധ ഫീൽഡുകളാണ്. അതെ അതെ അതെ. അപ്പോൾ ഇതിലേക്കൊക്കെ ഈ യങ് എഞ്ചിനീയേഴ്സിനോട് അങ്ങയുടെ ഉപദേശം എന്താണ്? അതായത് നമുക്ക് ഇപ്പോൾ പറയുന്നതിൽ ആദ്യം എന്ന് പറഞ്ഞത് സ്പേസിൻ്റെ ഇതിലാണ്. അതെ. നമുക്കൊരു ഞാൻ സ്പേസിൽ ഏതൊക്കെയാണ് ഓപ്പൺ? നമ്മൾ 2016 വന്നു കഴിഞ്ഞതിന് ശേഷം ആണ് സ്പേസ് പാർക്ക് എന്നൊരു സിസ്റ്റം നമ്മൾ വർക്ക് ചെയ്ത് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് നന്നായി വരുന്നുണ്ട്. അപ്പോൾ ആ സ്പേസ് പാർക്കിൽ വരുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ISROയുടെ 4 യൂണിറ്റ് ഉണ്ട് ഇവിടെ. VSSC, LPSC, IISc വട്ടിയൂർക്കാവ്, IIST ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയമല. ഈ 4 ഉണ്ടായി കഴിഞ്ഞതിന് ശേഷവും ആക്ടിവിറ്റീസ് ഇവിടെ വളരെ കുറവാണ് കേരളത്തിൽ. അതാ ഞാൻ ചോദിച്ചത്. കേരളത്തിൽ വളരെ കുറവ് ആക്ടിവിറ്റി. ഈ വർക്കുകൾ മുഴുക്കെ പോകുന്ന അന്യ സ്റ്റേറ്റുകളിലാണ്. ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ഹൈദരാബാദിലും ബോംബെയിലും ഇവിടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ആൾക്കാർ ഇവിടെ ഇൻഡസ്ട്രീസും ഫാക്ടറികളും പ്രൊഡക്ഷൻ സെൻറ്ററുകളും ഡിവൈസസുകളും നാച്ചുറലി ഫോർ സ്പേസ് ആപ്ലിക്കേഷനും വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്പേസ് പാർക്ക് തുടങ്ങിയതും അതിന് സപ്പോർട്ടും കൊടുക്കുന്നത്. ഒരു 10 ഏക്കർ 20 ഏക്കർ ഭൂമി പള്ളിപ്പുറത്ത് നമുക്ക് കിട്ടി. അവിടെ ഇതിൻ്റെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പണിത് കൊടുക്കും. കോമൺ ഫെസിലിറ്റീസ് എല്ലാം നമ്മളുണ്ടാക്കും. അപ്പോൾ ഇൻഡസ്ട്രീസിന് അവിടെ വന്ന് അവർ ഈ കോമൺ ഫെസിലിറ്റീസ് ഉണ്ടാക്കാൻ നിൽക്കേണ്ട സ്റ്റോഴ്സ്, സ്റ്റോറേജ്, മെഷീനിങ്ങിൻ്റെത്, ടെസ്റ്റിങ്ങിൻ്റെതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ വന്ന് അത് ഉപയോഗിച്ചപ്പോൾ അവരുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി ലെസ്. ദേ ചാർജ് ഗീവ് എ നോമിനൽ റെൻറ്റ് ഫോർ ദിസ്. അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരുപാട് പേര് നമ്മളെ അട്രാക്ട്, അതിൽ സ്റ്റാർട്ടപ്പ് മിഷൻകാർക്കും വന്നവർ തുടങ്ങാം. അവിടെ വരുമ്പം ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഞാൻ ഇവരിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണെന്ന് പറഞ്ഞാൽ ഹിയർ സാലറി ഈസ് വെരി ഹൈ, ലേബർ സാലറി ഈസ് വെരി ഹൈ. ലേബർ ചാർജസ് ഇപ്പോൾ ഒരു എക്സ്പെർട്ടായിട്ടുള്ളൊരു ടേണർ, പ്രിസിഷൻ ടേണറായിട്ടുള്ള ഒരാളിന് തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്നതിൻ്റെ ഇരട്ടി ശമ്പളം ഇവിടെ കൊടുത്താലേ ഇവിടെ കിട്ടും. ദേ വിൽ നോട്ട് ബി പ്രിപ്പയർഡ് ടു ഹാവ് എ ഗുഡ് ടെക്നീഷ്യൻസ് ഹിയർ. പിന്നെ ഇവിടെ ഉള്ള ലേബർ ചാർജസ്, അതർ മെറ്റീരിയൽ ഹാൻഡിലിംഗ് ആയാലും മറ്റതും മറിച്ചതുമായിട്ടുള്ള ഒരുപാട് ഇവിടെ നമ്മുടെ ലേബർ ഭയങ്കര. നമ്മളിവിടെ ഉള്ള ഒരു ദിവസക്കൂലിക്ക് മക്കാട് പണിക്ക് ഒരാളിനെ ഇവിടെ ഉള്ള ഒരാളിനെ വിളിച്ചാൽ നമുക്ക് പറ്റില്ല. ഒരു ബംഗാളിക്ക് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും. ബംഗാളി ചെയ്യുന്ന സമയത്തിൻ്റെ പകുതിയേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്കിവിടെ ഉണ്ട്. അതിനെ നമ്മൾ ഓവർകം ചെയ്യണം.
ഈ 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കമ്പ്യൂട്ടറിലിരുന്ന് മൗസ് ക്ലിക്ക് ചെയ്യുന്ന ടൈപ്പ് അല്ലാത്ത ജോലികൾ നമ്മൾ ചെയ്യാൻ പ്രിപ്പയർഡ് ആക്കണം. അങ്ങനെ വരും നമ്മൾ അതിനൊക്കെ ആൾക്കാർക്ക് കൊടുക്കണം. ഞാൻ ഈയിടെ എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാനിങ്ങനെ വളരെ വിഷമിച്ചിരിക്കും. ഈ ഒരു വർക്കും ഇതുപോലെ മാനുവലായിട്ടുള്ള ലേബർ വരുന്ന ഒരു വർക്കും നമ്മുടെ പയ്യന്മാർ ചെയ്യാൻ വരുന്നില്ലല്ലോ എന്ന് എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ ഈയിടെ എനിക്ക് എൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുമ്പ് പൊട്ടിക്കിടന്നൊരു വീടുണ്ടായിരുന്നു. അവർ എബ്രോഡായിരുന്നു. അപ്പോൾ അവർ ലീവ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച തിരിച്ചെത്തുന്നുണ്ട്. അപ്പം അവർ വീടൊന്ന് ടോട്ടൽ ക്ലീനിങ്ങിന് എടുക്കുന്ന ഏജൻസീസ് ഉണ്ട് ഇവിടെ. ടോട്ടൽ ക്ലീൻ അവർ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ടാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് 8 രൂപ 6 രൂപ എത്രയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ബെഡും കാര്യങ്ങളും കർട്ടനും ഫ്രിഡ്ജിൻ്റെത് എല്ലാം എവറിത്തിങ് ദേ വിൽ ക്ലീൻ ഇറ്റ് മോപ്പ് ചെയ്ത് ഫണ്ടാസ്റ്റിക് ആക്കി പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചത് കൊള്ളാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചവർ ഏതെങ്കിലും ഒരാളെടുത്തിട്ട് ബംഗാളികളെ കൊണ്ടുവന്നായിരിക്കുമോ? അല്ല, ദേ വേർ സ്മാർട്ട് ബോയ്സ്. എല്ലാം പഠിത്തവും വിദ്യാഭ്യാസമുള്ള ഒരു 5 പയ്യന്മാർ ഒരു മാരുതി വാനിൽ അവരുടെ ബ്രഷും ഇതും കാര്യങ്ങളും സാനിറ്ററി സൊല്യൂഷൻസും വാക്യൂം ക്ലീനറും എല്ലാമായിട്ട് അവർ വന്നു. അഫ്കോഴ്സ് ദേ ചാർജ് എ ബിറ്റ് ഹൈ ബട്ട് സ്റ്റിൽ ദേ വെയർ ഡൂയിങ് ഫിസിക്കൽ വർക്ക്. അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ജോലി ചെയ്യാൻ തയ്യാറായാൽ ഇതുപോലെയുള്ള ഇപ്പോൾ പ്ലംബിംഗ് വർക്കായാലും ഇലക്ട്രിക്കൽ വർക്കായാലും പെയിൻറ്റിങ് വർക്കായാലും ടോട്ടൽ വർക്ക് കോണ്ടം ഡെയിലി വേജസിനല്ലാണ്ട് കോണ്ടം വെച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞ് ചെയ്താൽ ഹയർ റെമ്യൂണറേഷൻ കിട്ടത്തക്ക രീതിയിൽ സോ ദാറ്റ് യുനോ അവർ കാലത്തെ 9 മണിക്ക് വന്നിട്ട് വൈകുന്നേരം 6:30 വരെ വർക്ക് ചെയ്തു. കറക്റ്റ്. സി വി ഷുഡ് നോട്ട് പുട്ട് ഫോർ എ ടൈം. പിന്നെ നമ്മൾ കോണ്ടം ഓഫ് വർക്ക് ഡിഫൈൻ ചെയ്ത് കൂലി കൊടുക്കുമ്പം നമ്മൾ ടൈം നോക്കാനും പാടില്ല. അപ്പോൾ ഇനി ഒരു ദിവസം ഇത്ര പൈസ കിട്ടിയില്ലേ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഹീ വർക്ക് ഹാർഡ് നോട്ടുള്ള ഹീ മേ നോട്ട് ഈവൻ ഗോ ഫോർ ലഞ്ചിന് പോകില്ല. അവൻ എന്തെങ്കിലും സ്നാക്സ് കൈ കൊണ്ടുവന്ന് അതും കഴിച്ചിട്ട് ആ സമയം കൂടെ വർക്ക് ചെയ്ത് കൂടുതൽ ക്വാണ്ടം ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിനെ നമ്മൾ എൻകറേജ് ചെയ്യണം. അങ്ങനെ നമ്മൾ പുതിയ വർക്കുകൾ ഏത് വർക്കും ഒരു വർക്കും മോശമല്ലെന്നും മാനുവലായിട്ട് തന്നെ ഏത് വർക്കും ചെയ്യുന്നതും ഇറ്റ് ഈസ് വർത്ത് ഡൂയിങ് ആണെന്ന് ബോധ്യപ്പെടുത്തുകയും അതിന് അതിൻ്റേതായ പരിധിയിലുള്ള ഒരു ഹയർ റെമ്യൂണറേഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. സാറ് ഇന്നു മുതൽ 20 വർഷം കഴിഞ്ഞ് ആളുകൾ എം ചന്ദ്രദത്തൻ എന്ന പേരിനെ ഓർക്കുമ്പോൾ പദവികളുടെയും അവാർഡുകളുടെയും അതിജീവിച്ച് അവർ എന്തു പറയണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ഒരു ശാസ്ത്രജ്ഞനെ ആയിട്ടാണോ ഒരു മനുഷ്യനായിട്ടാണോ? ഒരു മനുഷ്യനെ. സോ സിമ്പിൾ ആൻഡ് വെരി ക്ലിയർ. നല്ല മനുഷ്യനാണെന്ന് ആൾക്കാരെ കൊണ്ട് പറയിക്കണം. വേറെ ഒന്നുമല്ല. ശാസ്ത്രജ്ഞനും എഞ്ചിനീയറൊന്നും ദാറ്റ്സ് ഓൾ ഇമ്മെറ്റീരിയൽ. എ ഗുഡ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയണം. ഞാൻ സ്കൂളുകളിൽ കുട്ടികൾക്ക് മിക്കവാറും ഇപ്പോഴത്തെ അടുത്ത ആഴ്ച സ്കൂൾ തുറക്കുന്നതിൻ്റെ അന്ന് ഒരുപാട് സ്കൂളുകളിൽ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളും ആണോ എന്ന് പറയും. ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങളെല്ലാം മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ളൂ. ബട്ട് നല്ല കുട്ടിയെന്ന് പേരെടുക്കണം. ഗുഡ് ബോയ്, ഗുഡ് ഗേൾ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റാക്കണം. നമ്മൾ ബാക്കിയുള്ളവരുടെ സഹായം ചെയ്യാനും ബാക്കിയുള്ളവരെ സ്നേഹിക്കാനും നല്ല വർത്തമാനം പറയാനും അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറാനും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു മടിയും കാണിക്കാണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ചെയ്യത്തക്ക രീതിയിൽ ഇരിക്കണം. എനിബഡി ഹൂ കംസ് ടു മീ ഫോർ എ ഹെൽപ്പ് വാട്ട് എവർ പോസിബിൾ ഐ ഡു ഇറ്റ്. ഒരു ഫോൺ കാൾ ഇപ്പോൾ 10 വർഷം CMൻ്റെ കൂടെ ഇരുന്ന് തീർന്നല്ലോ, ഈ പീരീഡ് കഴിഞ്ഞല്ലോ. എൻ്റെ പേഴ്സണൽ ഫോണാണ്. ഐ നെവർ ഗെറ്റ് എനി റെമ്യൂണറേഷൻ ഫ്രം ദ ഗവൺമെൻറ്. പോകാനും വരാനുള്ളൊരു വാഹനവും ഓഫീസിലേക്ക് ഒരു മുറിയും അല്ലാണ്ട് വരെ ഒന്നും ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. എൻ്റെ ഫോണിൻ്റെ കംപ്ലീറ്റും ഞാൻ തന്നെയാണ് പേ ചെയ്യുന്നത്. അതിനും എനിക്കൊരു ഒഫീഷ്യൽ ഫോണോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് വരുന്ന ഏത് കാളും, കാരണം ഈ നമ്പർ തന്നെയാണ് സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഏത് ഫോൺ കാൾ വന്നാലും ഞാൻ തിരിച്ചു വിളിക്കും. ഒറ്റ ഫോൺ പോലും ഞാൻ തിരിച്ച് വിളിക്കാറില്ല, മിസ്സാക്കില്ല. ഐ വിൽ അറ്റൻഡ് ടു ഈച്ച് ആൻഡ് എവരി കാൾ. അതിലൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹെൽപ്പ് ഞാൻ ചെയ്യുള്ളൂ. 1-2 ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഒരു നല്ല സയൻറ്റിസ്റ്റാണോ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണം എന്താണ്? സയൻറ്റിസ്റ്റിനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം ദ ക്യൂരിയോസിറ്റി, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ക്യൂരിയോസിറ്റി. വൈ ആൻഡ് ഹൗ, എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത് നമ്മൾ നോക്കണം, ചോദിക്കണം. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചോദിക്കും ആൾക്കാരുടെ അടുത്ത്, ഹ്യൂമൻ ദിസ് ബോഡി ഈസ് എ മിറാക്കുലസ് എഞ്ചിൻ. നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ ഈ ഓരോന്നും നമ്മൾ ചോദിക്കണം, എങ്ങനെയാണ് നമ്മൾ ഇപ്പം നമ്മൾ ഈ സാറ്റലൈറ്റിനൊക്കെ
ടെമ്പറേച്ചർ കൺട്രോൾ ഭയങ്കര പാടാണ്. തെർമൽ കൺട്രോളിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെയുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ഇത്ര ടെമ്പറേച്ചർ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ്സ് എല്ലാം വർക്ക് ചെയ്യാണ്ടാകും. യു ലുക്ക് അറ്റ് ദ ഹ്യൂമൻ ബോഡി. 45 ഡിഗ്രി ശ്രീഹരിക്കോട്ടയൊക്കെ 45 ഡിഗ്രി വരും. -22 ഉത്തര ധ്രുവത്തിൽ നോർത്ത് പോളിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു റോക്കറ്റിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ വേണ്ടി പോയിട്ടുണ്ട്. ബട്ട് യുവർ ബോഡി ടെമ്പറേച്ചർ കീപ്സ് ദ സെയിം. ഹൗ എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ആൾക്കാർ പറയും ഇങ്ങനെയാണ്, നമ്മൾ വെള്ളം കുടിക്കും, വിയർക്കും. എന്താ സംഭവിക്കുന്നതെന്ന് വി ഹാവ് നോട്ട് ലുക്ക്ഡ്. നമ്മുടെ ശരീരത്തിൽ വെള്ളം ചൂട് വരുന്ന സമയത്ത് വേനലിൽ നമ്മുടെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാനായിട്ട് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് എവാപ്പറേഷൻ വെച്ചിട്ട് ഈ കുടിക്കുന്ന വെള്ളം മുഴുക്ക ശരീരത്തിൻ്റെ തൊലിയിലുള്ള ദ്വാരങ്ങൾ നിങ്ങൾ പറയും പോഴ്സ്, മൈന്യൂട്ട് പോഴ്സിൽ കൂടി വെള്ളം പോകുന്നതാണ്. അവിടെ നിങ്ങളൊരു ക്യൂരിയോസിറ്റി ഉള്ള ഈ വൈ എന്നുള്ളതാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കണം. ഈ തൊലി, ശരീരത്തിൻ്റെ തൊലിയിൽ മുഴുക്ക അടങ്ങിയിരിക്കുന്നത് ദ്വാരങ്ങളാണോ? ഈസ് ഇറ്റ് ഹോൾസ്, പോർസ്, സുഷിരങ്ങളാണോ എന്ന്? അതാണ് സയൻസ്. ആ സുഷിരങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ കൗണ്ടറായിട്ട് വരും. എന്നാൽ പിന്നെ ഒരു സ്വിമ്മിംഗ് പൂളിൽ പോയി താന്ന് കിടക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ മുഴുക്ക വെള്ളം കയറി നിങ്ങൾ ബലൂൺ ആകുന്ന പോലെ വീർക്കാത്തതെന്ത് എന്നാണ്. അതെ. അപ്പം അത് ഈ മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് ഈ ദ്വാരങ്ങൾ പോർസ് അല്ല, ഇറ്റ് ഈസ് ചെക്ക് വാൽസ്. ചെക്ക് വാൽസ് ആണ് ടെക്നിക്കൽ ടേംസ്. ഇറ്റ്സ് എ ചെക്ക് വാൽ. വൺ വേ അകത്തുനിന്ന് പുറത്തോട്ടേ പോകൂ, പുറത്തോട്ട് അങ്ങോട്ട് പോകുക. അതാണ് സൃഷ്ടി. അത് ദാറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഓരോന്നും മനസ്സിലാക്കണം. ഞാൻ ഇത് വായിച്ച് മനസ്സിലാക്കി. നമ്മളെ കണ്ണുനീര് വരുമ്പോൾ നമുക്ക് കണ്ണുനീര് വരും, ടിയേഴ്സ്. ആ ടിയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സിമ്പിളാണ് കണ്ണീര് വരുന്നുള്ളത്. വാട്ട് ഈസ് ദ പർപ്പസ്? കണ്ണീരിൻ്റെ പർപ്പസ് 4 പർപ്പസാണ്. ഒന്ന്, ലൂബ്രിക്കേഷൻ ഓഫ് ദി ഐലിഡ്. കണ്ണിൻ്റെ പോളകൾ എപ്പോഴും ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പം അവിടെ നനവുണ്ടെങ്കിൽ അത് ലൂബ്രിക്കേഷനാണ് പർപ്പസ്. രണ്ടാമത്തെ പർപ്പസ്, എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ എങ്ങോട്ടോ വീണ് പോയി കഴിഞ്ഞാൽ അതിനെ എക്സ്പെൽ ചെയ്യാനായിട്ട് വാഷിങ്. വൺ ഈസ് ലൂബ്രിക്കേഷൻ, സെക്കൻഡ് ഈസ് വാഷിങ്. ആൻഡ് തേർഡ് തിങ് ഈസ് കരച്ചിൽ വരുമ്പം നമുക്ക് എമോഷണലായിട്ട് സങ്കടം വരുന്ന സമയത്ത് നമ്മളെ സൂത്തനിങ് ഓഫ് അവർ എമോഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ കരയും. സാറേ, ഒരു കംപ്ലീറ്റ് ഉണ്ട്. നാലാമത്തെ ഒന്നും കൂടിയുണ്ട്. നമുക്ക് എക്സ്ട്രീമായിട്ട് സന്തോഷം വരുമ്പോഴും നമുക്ക് കണ്ണീര് വരും, ആനന്ദാശ്രുക്കളും വരും. അങ്ങനെ 4. ഇതിലെ ടെക്നിക്ക് അതല്ല ഞാൻ പറയേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യം. ഈ 4 കണ്ണീരും 4 ടൈപ്പ് ഫോർമുലേഷനാണ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഫ്രം 4 ഡിഫറെൻറ്റ് ഗ്ലാൻസ്. എപ്പോഴെങ്കിലും ആരെങ്കിലും വിചാരിച്ച് കാണോ? അതാണ്. നിങ്ങൾ സന്തോഷം വരുമ്പോൾ വരുന്ന കണ്ണീര് ഈ കണ്ണിൻ്റെ ഈ അറ്റത്തുനിന്നാണ് കണ്ണീര് വരുന്നത്. സന്തോഷം വരും. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എമോഷണൽ ടീയേഴ്സ് വരില്ല. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ക്യൂരിയസ് ആയിട്ടിരിക്കണം. ക്യൂരിയസ് ആയിട്ടിരുന്നാലേ നമുക്ക് ഓരോ കാര്യങ്ങളിലും ഇൻഡെപ്തായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കണമെന്ന് തോന്നും. ഒരു പരാജയം വന്നാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? വിശകലനമാണോ, വിശ്രമമാണോ, അതോ ഒരു ടീം മീറ്റിംഗ് ആണോ? നമുക്കുണ്ടാകുന്ന എല്ലാ ഫെയിലുവേഴ്സും പരാജയങ്ങളും ബാഡ് ഇൻസിഡൻസ് എന്ന് പറയുക. അതിന് നമ്മൾ ആദ്യം മെൻ്റലി സ്റ്റേബിൾ ആകണം. ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പോയി ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പർ പോകരുത്. ആദ്യം നമ്മൾ പറയണം, യെസ് ഹാപ്പൻഡ്, വാട്ട് എവർ ഹാപ്പൻഡ് ഈസ് ഹാപ്പൻ, ഐ വിൽ ഫേസ് ദ സിറ്റുവേഷൻ. ഐ വിൽ ഫേസ് ദ സിറ്റുവേഷൻ എന്നും പറഞ്ഞ് മനസ്സിനെ സ്റ്റേബിൾ ആക്കുക, അപ്സെറ്റ് ആക്കാണ്ടിരിക്കുക. കാരണം മനസ്സ് നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ ഷൗട്ട് ചെയ്ത് എടുത്ത് സങ്കടപ്പെട്ട് നമ്മളങ്ങ് ഒന്നും ചെയ്യാൻ പറ്റാണ്. അപ്പം കീപ് ദ മെൻ്റൽ സ്റ്റെബിലിറ്റി ഫസ്റ്റ്. എന്നിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് കാമായിട്ടിരുന്നും കൊണ്ട് റെമഡി കണ്ടുപിടിക്കുക. ഇത് സംഭവിച്ചു പോയി, ഇനി എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു വണ്ടി ഇടിച്ച കേസാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് നോക്കുക, അവനെ വിളിക്കുക, പോലീസിനെ വിളിക്കുക. അതിൽ ആർക്കെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ അവനെ ഇമ്മീഡിയറ്റ്. അപ്പോൾ ആ റെമഡിയൽ ആക്ഷൻസ് ഇമ്മീഡിയറ്റ് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് പേഷ്യൻ്റ്ലി തിങ്ക്, ഈസ് ദർ എനിത്തിങ് എൽസ് ഐ ഷുഡ് ഡു? ഇനി എന്തെങ്കിലും നമ്മളിതിൽ ബാക്കി ചെയ്യാനുണ്ടോ? അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കൂളായിട്ടിരിക്കുക. എന്നിട്ട് പിന്നെ ഈ ബാഡ് ഇൻസിഡൻറ്റിനെ തിരിച്ച് റിക്കളക്ട് ചെയ്യാൻ സമ്മതിക്കാണ്ടിരിക്കുക. ISROയിൽ നിന്നും ജീവിതത്തെ പഠിച്ച ഏറ്റവും വലിയ ജീവിത പാഠം എന്തായിരുന്നു? ഏറ്റവും വലിയ ജീവിത പാഠം ടീം വർക്കാണ്. നോ ഡൗട്ട്. ISRO പോലെ ഒരു സ്ഥാപനത്തിൽ ഈ ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലോഞ്ചിങ്ങിന് ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. യുനോ, ഇറ്റ്സ് ആൻ ആട്ടോ മോഡ് വി ഡു ദ ലോഞ്ചിങ് വർക്ക്. എവരി ഇൻഡിവിജ്വൽ നോസ് വാട്ട് ഈസ് ഹിസ് റോൾ. കേരളത്തിലെ സ്റ്റുഡൻസിനോട് അങ്ങ് പറയുന്ന ഏക ഉപദേശം എന്തായിരിക്കും?
സ്റ്റുഡൻസിനോട് നമുക്ക് പറയാനായിട്ടുള്ളത്, പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇത് സൊസൈറ്റിക്ക് ഉപയോഗപ്പെടുത്തക്ക രീതിയിൽ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും, ഒരു തൊഴിൽ, ഒരു പ്രൊഫഷനിലേക്ക് ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളത് ചിന്തിച്ച് തന്നെ പഠിക്കണം. സാർ, ഈ 2 എപ്പിസോഡുകളുടെയും ഒരു ശാസ്ത്രജ്ഞൻ്റെ കരിയർ മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ അന്തർയാത്രയും കേൾക്കാൻ കഴിഞ്ഞു. വലിയ ദൗത്യങ്ങൾ, വലിയ യന്ത്രങ്ങൾ കൊണ്ടു മാത്രമല്ല, അച്ചടക്കമുള്ള മനസ്സുകൾ, വിനയമുള്ള നേതൃത്വം, പരാജയങ്ങളിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങൾ, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം എന്നതാണ് സാക്ഷാത്കരിക്കപ്പെടേണ്ടത് എന്ന് അങ്ങയുടെ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വളരെയധികം നന്ദിയുണ്ട് സാർ. ഈ ചർച്ചയിൽ, ഈ വിശകലനത്തിൽ നമ്മൾ രണ്ടുകൂടെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇതിനെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഈ സംഭാഷണം യുവജനങ്ങൾക്കും ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും എൻജിനീയർമാർക്കും മാത്രമല്ല, ജീവിതത്തിൽ ദീർഘകാല ലക്ഷ്യങ്ങൾ പിന്തുടരുന്ന എല്ലാവർക്കും പ്രചോദനമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വ്യൂവേഴ്സ്, ഈ കോൺവെർസേഷൻ ഇൻസ്പയറിംഗ് ആണെന്ന് തോന്നുമെങ്കിൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ഒരു ഷെയർ, ആ ചെറിയ ജസ്റ്റർ ഈ കോൺവെർസേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. ദ ഫ്ലെയിമിംഗ് മൈക്രോഫോണിൽ ഇനിയും ഇങ്ങനെ ജ്വലിക്കുന്ന കോൺവെർസേഷൻസ് ഉണ്ടാകും. അണ്ടിൽ ദെൻ, കീപ് ക്വസ്റ്റ്യനിങ്, കീപ് ബിൽഡിങ്, കീപ് ഡ്രീമിങ് ബിഗ്. ഞാൻ ഡോക്ടർ ആർ വേണുഗോപാൽ, ഫ്ലെയിമിംഗ് മൈക്രോഫോണിൽ നിന്നും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു വേണു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ.